പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിയിൽ കടന്നു വരുവാനായിട്ട് വരുവനായ ദൈവം നമുക്ക് തന്ന കൃപയ്ക്കാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ബെന്നി അച്ഛൻ, എൻ്റെ മാർഗരറ്റ് അച്ഛൻ, ജോഷി അച്ഛൻ, പ്രിയ ദേവിച്ചായ, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കൃപ ലഭിച്ച ദൈവത്തിന്റെ മക്കളുടെ പാട്ട് അപ്പന് സന്തോഷകരമാണ്. അപ്പൻ അത് ആസ്വദിക്കുന്നവനാണ്. അതിൻ്റെ സുഗന്ധം മണക്കുമ്പോൾ അവൻ നേരിട്ട് ഇറങ്ങി വരുന്ന തന്റെ ജനത്തെ, തന്റെ മക്കളെ അനുഗ്രഹിക്കാനായിട്ട്. നാം ദൈവത്തിന്റെ കൃപ ലഭിച്ചവരാണ്. കൃപ ലഭിച്ചവരെല്ലാം അവനെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞത്. കൃപ ലഭിച്ച ദാവീദ് പാടിയപ്പോൾ ശൗലിന്റെ മേലുള്ളതായ ദുരാത്മാവ് വിട്ടുമാറി. ഹല്ലേലൂയ. യെഹോശാഫാത്ത് രാജാവും സൈന്യവും യഹോവയെ വാഴ്ത്തുവാൻ തുടങ്ങിയപ്പോൾ ശത്രു സൈന്യം തോറ്റുപോയി. കഴിഞ്ഞ രാത്രിയിൽ നാം കേട്ടതുപോലെ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ പാടി ആരാധിച്ചപ്പോൾ കാരാഗൃഹം കത്തീഡ്രലായിട്ട് മാറി. രാത്രികാലം ദൈവത്തിന്റെ കൃപ ലഭിച്ച ദൈവത്തിന്റെ മക്കൾ മഹത്വമുള്ളവന് മഹിമകരേറ്റുവാണ്ടൊക്കെയാണ് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ്റെ ദൈവം. ആ ദൈവത്തെ ആരാധിക്കുമെന്ന്, ആ ദൈവത്തെ സ്തുതിക്കുമെന്ന് നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ ദൈവജനവും ദൈവസന്നിധിയിൽ അവനെ ആരാധിപ്പാനായിട്ട്, അവനെ സ്തുതിപ്പാനായിട്ട് എഴുന്നേൽക്കട്ടെ. പാട്ടുകാരൻ പറയുന്നു, നീ എൻ്റെ വൈദ്യനാണ്, നീ എൻ്റെ ആലംബമാണ്, നീ എൻ്റെ പാലകനാണ്, നീ എൻ്റെ ആശ്വാസമാണ്, നീ എൻ്റെ മറവിടമാണ്, നിന്നെ ഞാൻ ആരാധിക്കും. രാത്രികാലം ദൈവത്തിന്റെ ജനമേ, അവന്റെ സന്നദ്ധിയിൽ ഹൃദയം തട്ടിക്കൊണ്ട്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അവനെ നമുക്ക് ബോധപ്പെടുത്താം. ആരും വെറുതെ നിൽക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നാം കൃപ ലഭിച്ച ദൈവത്തിന്റെ മക്കളാണ്. രാത്രികാലം പ്രിയപ്പെട്ട പാട്ടുകാരോട് ചേർന്ന്, കൊയരംഗങ്ങളോട് ചേർന്ന് മഹിമയുള്ളവനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. അവനോട് നമുക്ക് പറയാം, എന്റെ ജീവകാലം ഒക്കെ ഞാൻ നിന്നെ സേവിച്ചു, എന്റെ സർവവുമായി ഞാൻ നിന്നെ ആരാധിക്കും. ഇതാ നിന്റെ മുൻപിലേക്ക് ഞാൻ വരുന്നു, അടിയനിതാ, അടിയനിതാ. ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം, നമുക്ക് അവനെ സ്തുതിക്കാം. അപ്പൊ അവന്റെ സന്നിധിയിലായിരിക്കുന്നത് അവനെ ആരാധിപ്പാൻ വേണ്ടിയാണല്ലോ. ദാൻ എന്ന പേരുള്ളതായ ചെറുപ്പക്കാരൻ, അവൻ ദുഷ്ട കൂട്ടുകെട്ടിൽ അകപ്പെട്ടവനായിരുന്നു. അവന്റെ ജീവിതം ഏറ്റവും മോശമായിരുന്നു. ദൈവത്തിന്റെ വലിയ കൃപ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പൈതലായി. പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. നല്ല വസ്ത്രങ്ങൾ ധരിപ്പാനില്ല, കാലിൽ ചെരുപ്പില്ല. എന്നാൽ അവൻ അതിയായ ആഗ്രഹം ദൈവത്തിന്റെ ആലയത്തിൽ പോയി ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, മാന്യത്തോടുകൾക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ കാക്ഷിക്കുന്നു. തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ ആൾക്കാർ പോകുന്നത് അവൻ കണ്ടു. അവന്റെ കാലുകൾ ചലിച്ചു. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർ ആലയത്തിൽ കടന്നു. അവർ ആശങ്കപ്പെട്ടു, എങ്ങനെ ആലയത്തിലേക്ക് കടക്കും? എല്ലാവർക്കും നല്ല വസ്ത്രങ്ങളുണ്ട്, നല്ല ചെരുപ്പുകളുണ്ട്. കുറച്ചു നേരം അവൻ പുറത്തു വന്നു. അതിനുശേഷം അവന്റെ ഉള്ളത്തിലുള്ളതായിരിക്കുന്ന ആത്മശക്തിയാൽ അവൻ ആലയത്തിലേക്ക് കടന്നു. എവിടെയെങ്കിലും ഒരു സീറ്റ് ഉണ്ടോ എന്ന് നോക്കി, എങ്ങും അവന് സീറ്റ് ലഭിച്ചില്ല. മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി കടന്നു വരുന്ന ഈ ചെറുപ്പക്കാരനെ എല്ലാവരും അല്പം നിഷേധമായിരിക്കുന്ന മനസ്സോടെ കൂടെ നോക്കി. ആ സമയത്ത് ദൈവവചന വായന അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചെറുപ്പക്കാരൻ നടന്ന് പുൽപ്പിറ്റിന്റെ അടുക്കൽ താഴെ പോയിരുന്നു. അവൻ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ആലയത്തിൽ ഏറ്റവും പ്രായമുള്ളതായിരിക്കുന്ന മനോഹരനായിരിക്കുന്ന ഒരു മൂപ്പൻ എഴുന്നേറ്റിട്ട് മുൻപോട്ട് വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ചിട്ടുണ്ട് നടന്നു വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? അവനെ വഴക്ക് പറയാൻ വേണ്ടിയാണോ വരുന്നത്? ഒരുപക്ഷെ പറയുവാൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന ആ അധികാരം ആ മൂപ്പനുണ്ട് എന്ന് ജനങ്ങൾ ചിന്തിക്കുമ്പോൾ, പ്രായമുള്ളതായിരിക്കുന്ന മൂപ്പൻ വടി ഊന്നിക്കൊണ്ട് മുൻപോട്ട് കടന്നു വന്നിട്ട് ആ പൈതലിന്റെ അടുക്കൽ കടന്നു വന്ന് ആ വടി താഴെ ഇട്ടിട്ട് ആ സൂട്ടിട്ട മനുഷ്യൻ അവനോട് ചേർന്നിരുന്നു. അവന്റെ കൈകൾ പിടിച്ചു, അവനോടൊപ്പം ദൈവത്തെ ആരാധിച്ചു. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ച് പാലിക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര അതുല്യമാണ്, എത്ര അതിശയമേ ദൈവത്തിന്റെ സ്നേഹം. അതെത്ര മനോഹരമാണ്. അതിമനോഹരമായി പാട്ടുപാടി കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ജനം ആത്മകൃപയിൽ രാത്രികാലം ആരാധിക്കുമ്പോൾ ആത്മമണവാളൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന
രാത്രികാലം ജയമെടുത്ത് ദൈവോത്സവമായി നമ്മളെ വഴി നടത്തുവാൻ തക്കവണ്ണം ജയവീരന്റെ സാന്നിധ്യം രാത്രികാലം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ആത്മാവിൽ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എന്ത് അതിശയമേ ദൈവത്തിന്റെ സ്നേഹം. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ നമ്മൾ കേട്ട സംഭവ കഥയിൽ പറയുന്നത് പോലെ ഒരു കണ്ണിന് നമ്മളോട് ദയയില്ലാതിരുന്നപ്പോൾ, പാപത്തിൽ വീണപ്പോൾ സ്വർഗത്തിന്റെ സകല മഹിമകളും വെടിഞ്ഞ് ആരാധനയ്ക്ക് യോഗ്യനായിരുന്നവൻ മാനവും മഹത്വവും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളെ തേടി ഭൂമിയിലേക്ക് വന്നത് നമ്മളെ അവന്റേതാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. രാത്രികാലം കൃപ ലഭിച്ച ദൈവത്തിന്റെ മക്കളെ സ്തുതിക്കുന്നത് നേരിടുന്നവർക്ക് ഉചിതമല്ലോ. രാജാതി രാജാവും കർത്താതി കർത്താവും ദൈവാതി ദൈവവുമായിരിക്കുന്നവൻ ഞാനാകുന്നവൻ, ഞാനാകുന്നു, ഞാൻ മാറാത്തവനാകുന്നു, ഞാൻ മതിയായവനാകുന്നു, ഞാൻ നിന്നോട് കൂടെയുള്ളവനാകുന്നു എന്നാൽ ചെയ്തവനായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം രാത്രികാലം നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ട് എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ട് 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ കുമ്പിടുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുസന്നിധിയിൽ ബഹുമാനത്തോടെ ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുവാൻ, മാറ്റമില്ലാത്ത ദൈവസ്നേഹത്തെ കുറിച്ച് വർണ്ണിച്ചു പാടുവാൻ, സേവിച്ചിടും അടിയൻ എന്ന് പറയുവാൻ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ നാവുകളെ ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. രാത്രികാലം വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും തകർച്ചകളും കഷ്ടങ്ങളും നഷ്ടങ്ങളുമായി കടന്നു വന്ന ജനം, അവധിയെടുത്ത് കടന്നു വന്നിരിക്കുന്ന ജനം, ദൂരത്തു നിന്നും ചാരത്തു നിന്നും കടന്നു വന്നിരിക്കുന്ന ദൈവജനം ഒരുമിച്ച് ദൈവത്തിന്റെ സമയത്ത് നിൽക്കുമ്പോൾ തന്റെ ജനത്തോട് മനസ്സിലാക്കി കാണിക്കുന്ന മനസ്സിലെ പ്രഭുവായിരിക്കുന്ന സമാധാന പ്രഭുവായിരിക്കുന്ന രാത്രികാലത്തിന്റെ മധ്യത്താൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് ഒരു പുതിയ അഭിഷേകങ്ങൾ തന്ന, പുതിയ മഞ്ഞ തന്ന, മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ തന്ന നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് ആശ്വസിച്ചയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയും ആരാധനയും സ്വീകരിച്ചതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ രാത്രിയിൽ ചിന്തയ്ക്കായിട്ട് നാം എടുത്തതായിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളാണ്. നമുക്ക് വീണ്ടും ആ വാക്യങ്ങൾ വായിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയിലുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഫിലിപ്പിയ സഭയുടെ പശ്ചാത്തലത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫിലിപ്പിയ സഭ ഉണ്ടായ കാരണം എങ്ങനെയാണെന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ സഭകൾ ഉണ്ടാകുന്നത് പോലെ അല്ല 2000 വർഷങ്ങൾക്ക് മുമ്പ് സഭകൾ ഉണ്ടായത്. ദൈവത്തിന്റെ ശ്രേഷ്ഠദാസന്മാര് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിയോഗപ്രകാരം കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിച്ച് ദൈവം അയച്ച സ്ഥലങ്ങളിൽ പോയി സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തി ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുന്ന അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ശുശ്രൂഷ. ഇന്ന് നമുക്കറിയാമല്ലോ, ആരെങ്കിലും ഒരു കൂട്ടം തുടങ്ങിയാൽ ആ കൂട്ടത്തിലുള്ളവൻ കുറച്ചുപേരെ അടിച്ചുകൊണ്ട് പോയി അവൻ ആളാകുന്ന ഒരു പ്രസ്ഥാനമൊന്നും 2000 വർഷങ്ങൾക്ക് മുൻപില്ലായിരുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമില്ലായിരുന്നു. വേറൊരുത്തിന്റെ അതിരിൽ കയറിക്കൊണ്ട് അവിടെയുള്ള ശുശ്രൂഷകളും അവർ നടത്തിയിരുന്നില്ല. എങ്ങനെയും ദൈവത്തിന്റെ വചനം എത്തിക്കുവാൻ തക്കവണ്ണം പരിപൂർണമായിരിക്കുന്ന ആത്മ നിയോഗ പ്രകാരം കർത്താവിന്റെ വേല ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ദാസൻ ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളെ ഓർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരു വാക്യമാണ് രാത്രികാലവും കഴിഞ്ഞ രാത്രികാലവും നാം വായിച്ചു കേട്ടത്. ഫിലിപ്പിയിലെ ചില പ്രിയപ്പെട്ടവർക്ക് റോമൻ പൗരത്വമുണ്ട്. റോമൻ പൗരത്വമുള്ളതിൽ അവർ അഭിമാനിക്കുന്നവരായിരുന്നു. എന്നാൽ ഈ പുസ്തകം എഴുതുമ്പോൾ ഫിലിപ്പിയിലെ വിശ്വാസികളുടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് താൻ ആരായിരുന്നു എന്ന് ചില സംഭവങ്ങളിൽ കൂടി ഓർപ്പിക്കുന്നുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണെന്നും ബെന്യാമീൻ ഗോത്രക്കാരനാണെന്നും ഇസ്രായേൽ ജാതിക്കാരനാണെന്നും യഹൂദന്മാർ വിധിച്ച യഹൂദനാണെന്നും അത് മാത്രമല്ല ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണെന്നും ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണെന്നും ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യനാണെന്നും പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ട് ഈ ഫിലിപ്പിയ ലേഖനത്തിൽ അവിടെയുള്ള വിശ്വാസികളെ ഓർപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്,
എനിക്ക് ലാഭമായിരുന്നതൊക്കെ, whatever was profit to me, now I consider rubbish. I consider everything rubbish for the sake of the gospel. എനിക്ക് ലാഭമായിരുന്നതൊക്കെ ക്രിസ്തു നിമിത്തം റബിഷ്, ചപ്പ് എന്ന് ഞാൻ എണ്ണുന്നു. അത്രമേ നമുക്കറിയാമെങ്കിലും ചരിത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ $65 കോടി ആസ്തി ഉണ്ടായിരുന്നു എന്ന്. ഇന്നത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് ഏകദേശം 4000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു പൗലോസിന്. 3 ഷിപ്പ്, 3 കപ്പൽ പിതാവ് ഉണ്ടായിരുന്നു. കൊട്ടാര തുല്യമായ മാൻഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. റോമൻ പൗരനായിരുന്നു. എല്ലാ യഹൂദന്മാരും റോമൻ പൗരന്മാരായിരുന്നില്ല. റോമൻ സാമ്രാജ്യത്തിന് ശക്തമായ സംഭാവനകൾ, സാംസ്കാരികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ സാമ്പത്തികമായോ ശക്തമായ സംഭാവനകൾ കൊടുക്കുന്നവർക്ക് മാത്രം രാഷ്ട്രം ആദരിക്കുന്നതായിരിക്കുന്ന പൗരത്വം, ആ നിലയിൽ ഉള്ളതായിരിക്കുന്ന റോമൻ പൗരൻ. മാതാപിതാക്കന്മാര് റോമൻ പൗരന്മാരായിരുന്നു. അത് മാത്രമല്ല, ചെറിയ പ്രായത്തിൽ തന്നെ ന്യായപ്രമാണം പഠിച്ച് തർക്കിച്ച് ജയിക്കുവാൻ തക്കവണ്ണമുള്ള അതുല്യമായ പാഠവും ഉള്ളവനായിരുന്നു പൗലോസ്. ഭാഷാശേഷിയുടെ ശക്തമായിരിക്കുന്ന ഒഴുക്ക് പൗലോസിന് ഉണ്ടായിരുന്നു. ഇത്രയും ഒക്കെ ഉള്ളവൻ പറയുന്നു, ഞാൻ എനിക്കുണ്ടായിരുന്ന കോടിക്കണക്കിന് സ്വത്തും എൻ്റെ അപ്പനുണ്ടായിരുന്ന വസ്തുവകകളും കൊട്ടാരങ്ങളും എല്ലാം ഞാൻ ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ചു, ഞാൻ എല്ലാം ചപ്പ് എന്ന എണ്ണുകയാണ്. രാത്രികാലം ദൈവത്തിന്റെ ജനമേ, അതിനൊരു കാരണമുണ്ടായിരുന്നു. അവന്റെ പൗരത്വം എവിടെയായിരുന്നു എന്ന് അവൻ നിശ്ചയിച്ച് ഉറപ്പിച്ചിരുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന കൊട്ടാരങ്ങളും ഇവിടെ പടുത്തുയർത്തുന്ന മണിസമുദ്രങ്ങളും എല്ലാം തീക്ക് വേണ്ടിയാണെന്നും എല്ലാം നാശത്തിന് വേണ്ടിയുള്ളതാണെന്നും അത് നശ്വരമായിരിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഉള്ളതിനെയൊക്കെയും റബ്ബിഷ് എന്ന് എണ്ണുവാൻ തക്കവണ്ണം കൃപയുള്ളവന് കൃപ ലഭിച്ചിരുന്നുവെന്ന് ഈ രാത്രികാലം ഞാൻ ഓർപ്പിക്കുകയാണ്. പൗലോസ് വളരെ വ്യക്തമായി ഇതിനെ കുറിച്ച് പറയുമ്പോൾ വേറെ 2 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഭക്തന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തിൽ നിന്ന് കണ്ട് അഭിമന്ദിച്ചും ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോയതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടാകുമായിരുന്നല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ലെന്ന്. ദൈവത്തിന് ഞാൻ അബ്രഹാമിന്റെ ദൈവമാണെന്ന്, ഞാൻ ഇസഹാക്കിന്റെ ദൈവമാണെന്ന്, ഞാൻ യാക്കോബിന്റെ ദൈവമാണെന്ന് പറയുവാൻ അഭിമാനമായിരുന്നു എന്ന്. ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ പേര് പറഞ്ഞ് നമ്മുടെ ദൈവം അഭിമാനം കൊള്ളുമോ? ഹല്ലേലൂയ. വായിച്ചേക്ക. അവൻ അവർക്കായിട്ട് ഒരു നഗരം ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ പത്രോസ് അപ്പോസ്തലൻ അവിടെ സംബോധന ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ പ്രവാസികളും പരദേശികളുമാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ അന്യരും പരദേശികളുമാണ്.
അതുകൊണ്ട് രാത്രികാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ജനം ഓർത്തുകൊള്ളണം, നാം അന്യരും പരദേശികളുമാണ്. നാം പരദേശ പ്രയാണ യാത്രയിലാണ്. നമുക്കായിട്ട് അവൻ ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. ആ നഗരത്തിലേക്കുള്ള യാത്രയായിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൽ ഉള്ളതിനെ ഒക്കെ ചപ്പം നെണ്ണുവാൻ തക്കവണ്ണം നാം പഠിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ഞാൻ അമേരിക്കയിലായിരുന്നതുകൊണ്ട് അമേരിക്കൻ പൗരത്വം ഉള്ളതായിരിക്കുന്ന ആൾക്കാരുടെ അഭിമാനം ഞാൻ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് ജനിക്കുന്നതായിരിക്കുന്ന ഒരു കുഞ്ഞ് കേരളത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് അട്ടപ്പാടി ചിലരുടെ എവിടെ ചെന്ന് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അട്ടപ്പാടിക്കാരനല്ല, പോയത് അട്ടപ്പാടിയിലായിരിക്കും. പക്ഷെ ചെന്ന് അവിടെ ചെന്ന് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ആരാന്നറിയാമോ? അവൻ അമേരിക്കൻ പൗരനാണ്. അവൻ അവിടെ ജനിച്ചു. നിന്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പറയുമ്പോൾ നമ്മളുടെ പേര് സ്വർഗത്തിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഉദരത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് മാത്രമായില്ല, ഉയരത്തിൽ നിന്നുകൂടെ ജനിക്കേണ്ടത് ആവശ്യമാണ്. ഉദരത്തിൽ നിന്ന് ജനിച്ചവന്റെ പേര് ഈ ലോകത്തിലെ പുസ്തകത്തിൽ എഴുതപ്പെടുമെങ്കിൽ ഉയരത്തിൽ നിന്ന് ജനിച്ചവന്റെ പേര് സ്വർഗത്തിലെ പുസ്തകത്തിൽ എഴുതപ്പെടും. വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്, ഉദരത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് മാത്രമായില്ല, ഉയരത്തിൽ നിന്ന് ജനിക്കണം. ഉദരത്തിൽ ജനിച്ചവന്റെ പേര് ഈ ലോകത്തിലെ പുസ്തകത്തിൽ എഴുതപ്പെടുമെങ്കിൽ ഉയരത്തിൽ നിന്ന് ജനിച്ചവന്റെ പേര് സ്വർഗത്തിലെ പുസ്തകത്തിൽ എഴുതപ്പെടും. അങ്ങനെ ഉറപ്പുള്ള ദൈവത്തിന്റെ ജനങ്ങൾക്ക് ഈ രാത്രികാലം കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വട്ടം ജനിച്ചവൻ 2 വട്ടം മരിക്കുമ്പോൾ 2 വട്ടം ജനിച്ചവൻ 1 വട്ടം മരിക്കും. ഇതൊക്കെ മർമ്മമാണ്, ഇത് മനസ്സിലാക്കണം. 1 വട്ടം ജനിച്ചവൻ 2 വട്ടം മരിക്കുമ്പോൾ 2 വട്ടം ജനിച്ചവൻ 1 പ്രാവശ്യമേ മരിക്കുകയുള്ളൂ. നിന്റെ പൗരത്വം എവിടെയാണെന്ന് രാത്രികാലം ഉറപ്പിക്കണം. നമ്മുടെ അരുമനാഥനായ കർത്താവ് പറഞ്ഞതായ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്തിൽ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതത്രേ. സന്തോഷിപ്പിൻ. ആ സന്തോഷം എത്ര പേരുടെ മുഖത്തുണ്ട്? ആ സന്തോഷം അരുമനാഥന്റെ മാറാത്ത വാക്കുകളാ വായിച്ച് കേട്ടത്. അങ്ങനെ ഉണ്ടായിരുന്നവരുണ്ടല്ലോ തുള്ളിച്ചാടിയാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാ ഈ രാഷ്ട്രീയക്കാരൻ തുള്ളിച്ചാടുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് തുള്ളിച്ചാടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമുണ്ട്. ഹല്ലേലൂയ. ഇവിടുത്തെ രേഖകളിൽ മാത്രം പേരുണ്ടായിരുന്നവന് സ്വർഗത്തിനൊരു പേരുണ്ടാക്കിയ ഒരുവൻ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. 70 പേര് മടങ്ങി വന്നു. മടങ്ങി വന്ന് എങ്ങനെ അറിയാമോ? സന്തോഷത്തോടെ. അവരുടെ സന്തോഷത്തിന് കാരണമുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ, ഓർത്തോണം, കർത്താവേ, നിന്റെ നാമത്തിൽ. എത്ര ശ്രേഷ്ഠമായൊരു നാമമാണ് ദൈവജനമേ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ മുൻപിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നു. നാം ആരാ? ദൈവത്തിന്റെ ജനമേ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചല്ലോ, അന്ധകാര ശക്തി കുടുംബത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതലെ, നീ ഒരു കാര്യം ഓർത്തുകൊള്ളണം. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടവനാ. നീ എഴുന്നേറ്റ് നിന്നാൽ
കൃപയുള്ളവൻ എഴുന്നേറ്റ് നിന്നാൽ, നീ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റാൽ, നിന്റെ മുൻപിലുള്ള അന്യായ ബന്ധനങ്ങൾ നിന്റെ മുൻപിൽ അഴിഞ്ഞു വീഴും. നീ അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒരു ശക്തിക്കും ഒന്നും നിങ്ങൾക്കൊരു ദോഷം വരുത്തുകയില്ല എന്ന് പറഞ്ഞാൽ എന്നറിയുമോ? ദോഷം വരുത്തുന്ന ദുരാത്മാക്കളും ദുഷ്ടാത്മാക്കളും ഉണ്ടെന്ന് ഓർത്തോണം. ഇത് ദൈവവചനമാണ്, ഇത് മാറാത്ത വചനമാണ്, ഇത് മാതൃമുള്ള വചനമാണ്, ഇത് പാറയെ തറക്കുന്നതാണ്, ഇത് വായിട്ടുള്ള 7 വാദ്യങ്ങളും മുറിച്ചേറിയതാണ്, സന്ധിയും മറ്റുകളെ തുളച്ചു ചെല്ലുന്നതാണ്. അവിടെ കർത്താവ് പറഞ്ഞറിയാമോ? ദോഷം വരുന്ന പക്ഷെങ്കിൽ ഓർത്തോണം, അറിയോ, ഇതൊന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഒരു പ്രൈസ്തലോടൊക്കെ പറഞ്ഞാട്ട് കാലിലെ ദോഷം വരുത്തത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം കൊണ്ട് എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. ദോഷം വരുത്തത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾക്ക് മിണ്ടാതിരിക്കുന്നത് മനസ്സിലാവുന്നത്? ഹലോ, എങ്ങനെയാണ് മിണ്ടാതിരിക്കാനായിട്ട് കഴിയുന്നത്? നമ്മുടെ കർത്താവിന്റെ വാക്കാ, ഇത് മാറാത്ത വാക്കാ, ഇത് മാറ്റപ്പെടാത്ത വാക്കാ. ഹല്ലേലൂയ. ഞാൻ കണ്ടു, കർത്താവായ യേശു പറഞ്ഞു, ഞാൻ കണ്ടു സാത്താൻ ഒരു മിന്നൽ പോലെ നിങ്ങൾ എന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോ ഞാൻ കണ്ടു സാത്താന്റെ അടിത്തറകൾ ഇളകുന്നത്. ഓ, ഞാൻ കണ്ടു അവൻ ഷേക്ക് ചെയ്യുന്നത്, ഞാൻ കണ്ടു അവൻ വിറയ്ക്കുന്നത്. രാത്രികാലം ദൈവത്തിന്റെ ജനമേ, നീ ഏകനായിരിക്കാം, നീ ഏകയായിരിക്കാം, പക്ഷെ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്, അവൻ മാറാത്തവനാണ്, അവൻ വിശ്വസ്തനാണ്. നീ ഒറ്റയ്ക്കാതെ പേടിച്ചു പോവണ്ട. നീ എഴുന്നേറ്റ് നിന്നാൽ സാത്താന്റെ കോട്ടകൾ തകരും. ഹല്ലേലൂയ. ഞാൻ കണ്ടു സഹോദരങ്ങളെ, ഞാൻ എന്ത് കണ്ടറിയാമോ? തകരുന്നത്. ഹല്ലേലൂയ. ദുഷ്ടബന്ധനങ്ങളെ തകർക്കുവാൻ ഒരു ദൈവ പൈതൽ എഴുന്നേറ്റാൽ കോട്ടകളെ തകർക്കുന്നവൻ നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഈ മർമ്മങ്ങളെയൊക്കെ മനസ്സിലാക്കി വേണം നാം ജീവിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, വചനം ഏറ്റെടുക്കുക. വീണ്ടും ഞാൻ ഭാരത്തോടെ ഓർമ്മിക്കുക, തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ കരയുക. തലമുറകൾക്ക് വേണ്ടി കരയുക. ദൈവാത്മാവ് ഞാൻ ഓർപ്പിക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാൻ സമയം വേർതിരിക്കുക. ഞാൻ പറഞ്ഞതല്ല, സ്ത്രീകളെ, നിങ്ങൾ എന്നെ ഓർത്തോ എന്നെ ചൊല്ലിയല്ല, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കാൻ അകത്ത മുറിയിലേക്ക് കടക്കട്ടെ. ദുഷ്ടൻ ശക്തിയോടെ പ്രബലപ്പെടുന്ന നാളുകളിൽ, ദുഷ്ടൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിൽ അകത്ത മുറിക്കുള്ളിൽ കയറിയിട്ട് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയിൽ ചെലവഴിച്ച സമയം ചിന്തിച്ചു നോക്കണം. ദൈവപുത്രൻ, ദൈവ തേജസ്സുള്ളവൻ, ദൈവാത്മാവിൽ നിറയപ്പെട്ടവൻ, അവന്റെ ഐഹിക ജീവകാലത്ത് അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പിതാവിനോടുള്ള സംസർഗത്തിലായിരുന്നു. The prayer rule in the life of Jesus Christ influences disciples എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, ടീച്ചർ we do not know how to pray. Teachers, how to pray. ശിഷ്യന്മാർ വന്ന് പറഞ്ഞറിയാമോ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്നറിയാം. യേശു പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ അവിടെ ഉള്ളതായിരിക്കുന്ന ദുരാത്മാക്കൾ, യേശു ഒരിക്കൽ പള്ളിയിൽ കടന്നു വന്നു. യേശു പള്ളിയിൽ ശുശ്രൂഷ ചെയ്തിരിക്കുമ്പോൾ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു ഭൂതഗ്രസ്തൻ ഉണ്ടായിരുന്നു. യേശുവിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞറിയാമോ? അത്യുന്നതനായ മഹോന്നതന്റെ പുത്ര, സമയത്തിന് മുൻപേ നീ എന്തിനാണ് ഈ പള്ളിയിലേക്ക് വന്നതെന്ന്. പള്ളിയിൽ ഇരിക്കുന്ന ആരാന്നറിയാമോ? 2000 വർഷങ്ങൾക്ക് മുകളിൽ പള്ളിയിൽ ചെന്നപ്പം അശുദ്ധാത്മാവ് ബാധിച്ച ഒരുത്തൻ പള്ളിയിലിരിക്കുക. അവൻ പറഞ്ഞറിയാമോ, ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായി, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന്. എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടു, പ്രാർത്ഥനാ സ്ഥലത്ത് വെളിച്ചപ്പാടത്തിയായി മുഖലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ആദായം വരുത്തുന്ന ഒരു പറ്റം ജനങ്ങളെ ദൈവകൃപയിൽ മാറ്റുന്നതായിരിക്കുന്ന ഒരു വ്യക്തി. രാത്രിക്കാൽ ഞാൻ വീണ്ടും ഓർമ്മിക്കുക, തലമുറകൾക്ക് വേണ്ടി കരയുക. ഹല്ലേലൂയ. നീ എഴുന്നേറ്റാൽ, ഹല്ലേലൂയ, നിന്റെ തലമുറകൾക്ക് ദോഷം വരാതെ വണ്ണം ശത്രുവിന്റെ കൈവശത്ത് നിന്ന് അവൻ നിന്നെ വിടുവിക്കും. മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഇങ്ങനെ കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, ഞാൻ നിന്റെ അടുക്കിലേക്ക് വരികയാണ്, അവരെ ലോകത്തിൽ നിന്നും എടുക്കണം എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെയോ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നീ അവരെ കാത്തുകൊള്ളണമേ എന്ന് വളരെ വേദനയോടെ, വളരെ ഭാരത്തോടെ തന്റെ ശിഷ്യഗണത്തിന് വേണ്ടി അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുവെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ജനമേ, അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയുണ്ടോ? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ
തക്കവണ്ണമുള്ളതായ ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചാൽ, നീ ഒരു പ്രാർത്ഥനക്കാരനാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ ആഴങ്ങളെ, ഹല്ലേലൂയ, ആഴങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തുതി കരയറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. വായിച്ചാട്ട് അതേ ഭാഗം ഒന്ന് വായിച്ചാട്ട് ഒന്നും ദോഷം വരുത്തുകയില്ല. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും മുമ്പുള്ള വാക്യം വായിച്ചാട്ട്. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്ര സന്തോഷിപ്പീൻ. നമ്മുടെ വിഷയം അതാണല്ലോ. എങ്കിലും ഭൂതം അത് നടക്കും. ദൈവജനം എഴുന്നേറ്റാൽ അത് നടക്കും. എന്താ പൗലോസ് പറയുന്നത്? പൗലോസ് പറഞ്ഞു, കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല. We have no man-made weapons. ഞങ്ങൾക്ക് മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഒരായുധവും ഇല്ല. ഞങ്ങളുടെ ആയുധങ്ങളോ കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഓ, ഞങ്ങൾക്ക് മനുഷ്യനിർമ്മിതമായ ആയുധങ്ങളൊന്നുമില്ല, എന്നാൽ ഞങ്ങളുടെ പക്കലുള്ളതായിരിക്കുന്ന ആയുധങ്ങൾ കോട്ടകളെ ഇടിക്കുവാൻ മതിയായതാണ്. സംശയമുണ്ടോ? അതാണ് രാത്രി കണ്ടത്. കാരാഗ്രഹത്തിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ കോട്ടകൾ ഇടിയുവാൻ തുടങ്ങി, കോട്ടകൾ ഇളകുവാൻ തുടങ്ങി. നോക്കുക, ചങ്ങലകൾ അഴിയുവാൻ തുടങ്ങി, തടവുകാർ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഫിലിപ്പിയിൽ ഒരു സഭയുണ്ടായി ദൈവത്തിന്റെ ജനമേ. ഹല്ലേലൂയ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതുന്നത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവാണെന്നോട് അറിഞ്ഞുകൊള്ളണം. വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ അവസാന വാക്യം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. മരിച്ചവർ ആപാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. രാത്രികാലം ദൈവത്തിന്റെ ജനമേ, നിന്റെ പേര് സ്വർഗത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നീ തീപ്പൊയ്കയിലേക്കല്ല പോകുന്നത്, നീ കാന്തനാടെ കൂടെ സമയം ചെലവഴിക്കുവാനായിട്ട് പോവുകയാണ്. സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത് വേറെ ആരുമല്ല, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. കാൽവരി ക്രൂശിൽ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട് കിടന്നതായിരിക്കുന്ന രണ്ട് ദുഷ്പ്രവർത്തിക്കാരിൽ ഒരു ദുഷ്പ്രവർത്തിക്കാരൻ ആ വേദനയുടെ നടുവിലും യേശുവിനെ ദുഷിച്ചു. അങ്ങനെയാണല്ലോ ചിലപ്പോൾ നമുക്ക് വേദന വന്നാലും നമ്മൾ ദുഷിക്കാറുണ്ട്. വേദനയുടെ നടുവിൽ പാഠങ്ങൾ പഠിക്കുവാനോ താഴുവാനോ താഴ്ത്തിക്കൊടുക്കുവാനോ നമ്മൾ പഠിക്കാറില്ല. ഒരുവൻ അങ്ങനെ ദുഷിക്കുമ്പോൾ വേറെ ഒരുവൻ അപ്പുറത്ത് കിടന്നുകൊണ്ട് പറഞ്ഞു, നാം സമശിക്ഷാവിധിയിലായിരിക്കുന്നു. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. നാം ന്യായമായിട്ടുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നത്. തിരിഞ്ഞ യേശുവിലേക്ക് നോക്കിയിട്ട്, യേശുവേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. നീ ഇന്ന് അവന്റെ പേര്, ക്രൂശിലെ കള്ളന്റെ പേര് അവൻ ആ പുസ്തകത്തിൽ എഴുതി. രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ, നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണിത്. അവൻ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു, അവൻ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞു.
രാജാതി രാജാവായി അവൻ മടങ്ങി വരുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്ന അതിമനോഹരമായിരിക്കുന്ന കാര്യമാണ് സക്കായിയെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യം. ഇതൊക്കെ ചെവി കേട്ട് തഴപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിന്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇതിന്റെ വിളിച്ചത് തരുവാൻ ഉണ്ട് എന്നുള്ളത് ഈ രാത്രിക്കാലം ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ യെരിഹോവിലേക്കുള്ള യാത്ര ആകസ്മികമായിട്ടായിരുന്നില്ല. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ യാത്ര വളരെ ഫോക്കസ്ഡ് ആണ്. അതൊരു മിഷണറി യാത്രയാണ്. പോയി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കർത്താവിന് നല്ലതുപോലെ അറിയാം. അവിടെ തനിക്ക് വേണ്ടി താൻ ആ പട്ടണത്തിൽ ചെന്നാൽ തന്നെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചുങ്കക്കാരൻ ഉണ്ട് എന്ന് കർത്താവ് കാണുകയാണ്. നമുക്കറിയാം, കർത്താവ് അവിടെ ചെന്നു. ഇന്ന് രാത്രികാലം ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് അവൻ അറിയുന്നു. എന്നെ മാർക്കിടുവാൻ ആരും വരരുതേ, കേൾക്കുവാനായിട്ട് വരണമേ എന്ന് ഓർപ്പിക്കുകയാണ്. ഞാൻ പ്രസംഗിക്കുന്നത് കർത്താവിനെ കുറിച്ചാണ്. പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. വചനത്തിന്റെ മർമ്മങ്ങളെ ആര് പ്രസംഗിച്ചാലും വെളിപ്പെടുത്തട്ടെ, കൃപയോടെ കടന്നു വരട്ടെ, ശക്തിയോടെ കടന്നു വരട്ടെ. ഹല്ലേലൂയ. സക്കായി ഒരിക്കലും യേശുവിനെ കണ്ടിട്ടില്ല. അവർ നേരിട്ടുള്ളതായിരിക്കുന്ന ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുമില്ല. എന്നാൽ യേശു ആ പട്ടണത്തിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവന്റെ ഉള്ളം കൊതിച്ചു. യേശുവിനെ ഒന്ന് കാണുവാനായിട്ടുള്ള വലിയൊരു വാഞ്ച അവനുണ്ടായി. യേശു വന്ന സ്ഥലത്തേക്ക് അവൻ ഓടിച്ചെന്നു. അവന്റെ കാലുകൾ ചലിച്ചു. ഹല്ലേലൂയ. അവൻ കുറിയവനായിരുന്നത് കൊണ്ട് യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല. അവന്റെ അതിയായിരിക്കുന്ന ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് കാണണം. സമയമുള്ളപ്പോൾ പള്ളിയിൽ പോകുന്ന പ്രസ്ഥാനമായിരുന്നില്ല സക്കായിയുടേത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒഴിവുകൾ പറഞ്ഞ് ദൈവാലയത്തിൽ പോകാത്തവരാണല്ലോ നാം. കൂട്ടായ്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണല്ലോ. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് അറിയുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ സാറ്റലൈറ്റുകൾ ഭൂമിയിലെ മനുഷ്യപുത്രന്മാരുടെ മേലാണ് എന്ന് ഓർത്തുകൊള്ളണം. അങ്ങനെ ഈ അടുത്ത ദിവസങ്ങളില് നാട്ടിലുണ്ടായ ഫോൺ സംഭാഷണങ്ങൾ ആകപ്പാടെ മന്ത്രിസഭ ആടി ഉലഞ്ഞ് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഏത് ഏരിയയിലാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് കൈവശം ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ. ഇത് മനുഷ്യനിർമ്മിതമാണെങ്കിൽ നമ്മളെ ഉണ്ടാക്കിയവൻ നമ്മൾ എവിടൊക്കെയാണെന്നും ഏതൊക്കെ സ്ഥാനത്താണെന്നും അവന് ലൊക്കേറ്റ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നും ഇല്ല എന്ന് ദൈവജനം മനസ്സിലാക്കിക്കൊള്ളണം. ഈ ലോകത്തിന്റെ യന്ത്രങ്ങൾക്ക് ഇങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ കാണിക്കുവാൻ കൊണ്ട് കഴിയുമെങ്കിൽ അവന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭൂമിയിലെ സകല മനുഷ്യരെ കാണുവാൻ അവന് കഴിയുമെന്ന് ദൈവത്തിന്റെ ജനതയെ ഓർത്തുകൊള്ളണം. ഈ പട്ടണത്തിൽ പോയാൽ ആരുണ്ട് എന്നെ കാണുവാൻ? അവൻ കണ്ടു. ആ പട്ടണത്തിൽ പോയാൽ ഒരുവനുണ്ട്. ഒരുവന് വേണ്ടി അവൻ പട്ടണത്തിൽ വന്നു. അവന്റെ പേര് എഴുതുവാൻ വരികയാണ്. ആ പട്ടണത്തിൽ വന്നു. ധാരാളം ആൾക്കാർ കാണുവാൻ വന്നു. കണ്ടിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. സക്കായിയോ അതിയായിരിക്കുന്ന ആഗ്രഹം മൂലം ഒരു മരത്തിന്റെ മുകളിൽ കയറി യേശുവിനെ കാണാനുള്ള വാഞ്ച കോസ്റ്റ് കൊടുക്കുകയാണ്. തന്നെ തന്നെ മറക്കുകയാണ്. തന്നെ തന്നെ ത്യജിക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? യേശുവിനെ കാണണം. യേശുവിനെ കാണണമെങ്കിൽ നീ നിന്നെ തന്നെ മറക്കണം. നീ നിന്നെ തന്നെ ഉപേക്ഷിക്കണം. ടാക്സ് കളക്ടറാണ്, ചീഫ് ടാക്സ് കളക്ടറാണ്. നല്ല സ്ഥാനവും മാനവും ആ നിലയിലൊക്കെ ഉണ്ട്. പക്ഷേ യേശുവിനെ കാണുവാൻ തന്റെ സ്ഥാനവും തന്റെ മാനവും എല്ലാം വിട്ടിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കയറി അവിടെ ഇലകൾക്ക് പിറകിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, സകലതും നഗ്നതും പരന്നതുമായി കിടക്കുന്നവൻ മരത്തിന്റെ അടിയിൽ വന്നിട്ട് സക്കായിയെ എന്ന് ഒന്ന് വിളിച്ചു. എന്തെന്നറിയാമോ? ആ പേര് അവനെ കണ്ടതുകൊണ്ട് നേരത്തെ അവൻ എഴുതിയിരുന്നു. നിന്നെ അവൻ പേർ ചൊല്ലി വിളിക്കുവാൻ കാര്യം തനിക്കുള്ളവരെ അവൻ അറിയുന്നു. തനിക്കുള്ളവരെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നവരാണ്. എല്ലാവരുടെയും പേര് അവൻ വിളിച്ചില്ല. എല്ലാവരെയും അവൻ പേർ ചൊല്ലി വിളിച്ചില്ല. എന്നാൽ തനിക്കുള്ള ഒരുവൻ മരച്ചില്ലകൾക്കുള്ളിൽ മറഞ്ഞിരുന്നപ്പോൾ അവൻ തനിക്കുള്ളവനാണെന്ന് കണ്ടിട്ട് അവനെ പേർ ചൊല്ലി വിളിച്ചു. രാത്രികാലം ഓർത്തുകൊള്ളണം, നിന്നെ കാണുന്നവൻ, നിന്നെ കേൾക്കുന്നവൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരുവനെ കൊണ്ട് അവൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു. അവൻ ഇറങ്ങി ബന്ധപ്പെട്ട് ആ പേർ ചൊല്ലി വിളിച്ചപ്പോൾ അവൻ ഇറങ്ങി വന്ന ബന്ധപ്പെട്ട സന്തോഷത്തോടു കൂടെ അവനെ സ്വീകരിച്ചു. ഇന്ന് നമ്മുടെ വീട്ടിലെങ്ങാണ് കർത്താവ് വന്ന കർത്താവ് വീട്ടിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാമെന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു കാലഘട്ടത്തിലാണല്ലോ വായിക്കുന്നത്. അവനെ സ്വീകരിച്ചുകൊണ്ട്
വീട്ടിലേക്കുള്ള യാത്രാവേളയിൽ ലോകം പറഞ്ഞു അവൻ പാപിയായ ഒരു മനുഷ്യന്റെ കൂടെ പാർപ്പാൻ പോയി. അവൻ പാപിയായ ഒരു മനുഷ്യന്റെ പാർപ്പാൻ പോയി. എന്നാൽ നമ്മുടെ കർത്താവ് ആ വീട്ടിൽ ചെന്നൊരു കൂദാശ നടത്തി, ഹൗസ് ഡെഡിക്കേഷൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നടത്തിയ കൂദാശയായിരുന്നു. കർത്താവ് ആ വീട്ടിൽ ചേർത്ത് ആ ഹൗസിനെ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തു. ഇവൻ അബ്രഹാമിന്റെ മകൻ. ഞാൻ എഴുതിയിട്ടുണ്ട് അവിടെ, ഇവൻ അബ്രഹാമിന്റെ മകൻ. ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. നിന്റെ പേര് അവന്റെ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മുടെ മെടുക്കല്ല, അവന്റെ കൃപ, അവന്റെ കൃപ, അവന്റെ കണ്ണ് നമ്മളുടെ മേൽ വരുന്നു. ജനനത്തിന് മുമ്പ് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. ഞാൻ എൻ്റെ അമ്മയോട്, എൻ്റെ അപ്പനെ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. എൻ്റെ സഹോദരൻ ഇവിടെയുണ്ട്, അവിടെ കള്ളമൊന്നും പറയാൻ നോക്കത്തില്ല. പിതാവിനെ ഭയങ്കര ബഹുമാനം. പോരെങ്കിലും ഇവിടെ ബിനോയി എങ്ങനെ നാട്ടുകാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് പറഞ്ഞെങ്കിലേ ഒക്കത്തുള്ളൂ. പിതാവിനൊക്കെ ഏറ്റവും അടുത്തറിയാവുന്നവർ ഇവിടെ പലരും ഉണ്ട്. എൻ്റെ അമ്മയോട് ചോദിച്ചു, എപ്പോഴാണ് അമ്മയെ തോന്നി ഇങ്ങനെ എന്നെ ഒന്ന് നേരാൻ, ഇങ്ങനെയൊന്നും സമർപ്പിക്കാൻ? വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം തലയ്ക്ക് പിടിച്ച് LLB എടുത്ത് ഒരു രാഷ്ട്രീയക്കാരനായി വിളങ്ങുവാൻ അതിയായി ആഗ്രഹിച്ച വ്യക്തിയാണ്. ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ ആ നിലകളിലൊക്കെ വളരെ സന്തോഷകരമായ സൺഡേ സ്കൂളിലൊക്കെ പോയി. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം ഓർപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിന് വിടുന്നത് ലാഭമാണ്. ബാല്യകാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വീഴുന്ന വചനം പിൽക്കാലത്ത് ഫലകരമായി തീരും. നല്ല സൺഡേ സ്കൂള് എൻ്റെ ഇടവക പള്ളിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വം ഉണ്ടാകട്ടെ, ധാരാളം വചനങ്ങൾ കേൾക്കുവാൻ ഇടയായെങ്കിലും വഴിതെറ്റിപ്പോയി. തലയ്ക്ക് അടി കൊണ്ട് 12 കുത്തിക്കെട്ടുകളുമായി ആശുപത്രിയിൽ. 1986 ഡിസംബർ മാസം ഒരു വെള്ളിയാഴ്ച ദിവസം മാതാപിതാക്കന്മാർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ദിവസം. എൻ്റെ പിതാവ് വളരെ കർക്കശക്കാരനാണ്. ഞങ്ങളാരും പിതാവിൻ്റെ മുൻപിൽ ചെന്ന് നിന്നിട്ട് എന്തെങ്കിലും പറയുകയൊന്നുമില്ല. ഞങ്ങൾ പപ്പായുടെ ഡയറി പലപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നോക്കിയിട്ട് പപ്പായുടെ ഡയറിയിൽ എവിടേക്കാണ് പ്രോഗ്രാം എന്ന് നോക്കും. എന്താണെന്നറിയാമോ? അത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ദിനങ്ങളാണ്. ഞങ്ങളൊക്കെ നോട്ട് ചെയ്തു. പപ്പായിലെങ്കിലും ഒരു സന്തോഷം. എന്നാൽ രോഗശയ്യയിൽ എൻ്റെ പിതാവ് കിടക്കുന്ന സമയത്ത് എൻ്റെ കൈകളെടുത്ത് എൻ്റെ പിതാവ് ചുംബിച്ചു. എന്തിനാണ് എൻ്റെ പിതാവിൻ്റെ കൈകൾ ചുംബിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒത്തിരി ശിക്ഷിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കണ്ണിൽ കൂടി കണ്ണിനൊഴുകി ഞാൻ പറഞ്ഞു, എന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കാര്യം ചോറ് മാത്രമല്ല ചൊല്ലുമ്പോൾ തന്നു. ഒത്തിരി കണ്ണുനീരൊഴുകി. ഞാൻ അടിയേറ്റ് ആശുപത്രിയിൽ കിടക്കുകയാണ്. എൻ്റെ ആദ്യം പന്തളം മെഡിക്കൽ മിഷൻ കൊണ്ടുവന്ന് ഞാൻ പന്തളം NSS പഠിച്ചത്. പെട്ടെന്ന് വാർത്തയായി, ഒരാൾ മരിച്ചു. അവിടുത്തെ ഡോക്ടർമാരെന്നെ ട്രീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് പ്രഥമ ശുശ്രൂഷ പോലും തരുവാൻ കൊണ്ട് തയ്യാറായില്ല. എന്നെ പെട്ടെന്ന് അടൂർ കൊണ്ടുവന്നു. പെട്ടെന്ന് അടൂർ മൊത്തം ബന്ധായി. എൻ്റെ തലയിലെ രോമം മാറ്റി സ്റ്റിച്ചിട്ടിട്ട് തകഴി ശിവശങ്കരപ്പിള്ളിയുടെ മകൻ ഡോക്ടർ ശിവശങ്കരനാണ്. എൻ്റെ മുടി ഷേവ് ചെയ്തിട്ട് എൻ്റെ തലയിൽ കുത്തിക്കെട്ടിട്ടപ്പോൾ ഞാൻ അയ്യോ എന്ന് നിലവിളിച്ചു. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പേര് എബ്രഹാം എന്നല്ലേ? അത് വലിയൊരു പേരല്ലേ? ആ പേര് എന്തുകൊണ്ട് വന്നു എന്നറിയാമോ? ആ ദൈവത്തെ വിളിക്കുക, പ്രാർത്ഥിക്കാൻ തകഴിയുടെ മകൻ എന്നോട് പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ഇന്ന് മന്ത്രിസഭയിലിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അവിടെ വന്നു. ഇലക്ഷൻ്റെ ദിവസങ്ങളാണ്. ഒരാൾ മരിച്ചാൽ അത്രയും നല്ലതാണല്ലോ. എൻ്റെ അമ്മയാണ് എന്നെ ആദ്യം കാണാനായിട്ട് വരുന്നത്. പപ്പ എല്ലാത്തിനെയും വളരെ സതീര്യം നേടുന്ന വ്യക്തിയൊക്കെയാണ്. എൻ്റെ അമ്മ ഏത് കുഞ്ഞുങ്ങളെയും തകർച്ചയിലും അവർ പതറുന്നില്ല. അപ്പോൾ കരഞ്ഞിട്ട് പറഞ്ഞ ചില വാചകങ്ങൾ ഇതാണ്. ഏതോ ഒരു മാനസികാവസ്ഥയിലായിരിക്കാം, മോനെ നീ യേശുവിന് വേണ്ടിയാണ് രക്തം ഒഴിക്കരുതെങ്കിൽ അമ്മ സന്തോഷിക്കുമായിരുന്നു.
എൻ്റെ തലയ്ക്കിൽ അന്നേരം ഇരിക്കുന്നത് പന്തളം സുധാകരനാണ്. അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇത് രാജ്യത്തിന് കൊടുക്കുന്ന രക്തമാണ്, ഈ രക്തത്തിന് വിലയുണ്ട്, അതുകൊണ്ട് അമ്മ ധൈര്യപ്പെടണം, ഒരു നല്ല മകനെ ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞില്ല, ജനനത്തിന് മുൻപേ ഞങ്ങൾ അവനെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാണ്. എൻ്റെ അമ്മയെ പറഞ്ഞു വിട്ടു. എൻ്റെ പിതാവ് വന്ന് എന്നെ കണ്ടിട്ട് കടന്നുപോയി. 32 ദിവസം ആശുപത്രിയിൽ, 32 ദിവസം കോളേജ് അടഞ്ഞു കിടന്നു. ഞാൻ മൂലം തിരിച്ച് ഞാൻ കോളേജിലേക്ക് കടന്നു വന്നു. ഞാൻ വലിയൊരു ഹീറോ ആയിട്ട് തന്നെ കോളേജിലേക്ക് വരുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ വലിയവനാദ്യവും വരുത്തി. ഞങ്ങൾ പലപ്പോഴും പപ്പ വളരെയധികം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടുന്നതും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങളമ്മ പലപ്പോഴും അടുക്കളയിൽ നിന്നിറങ്ങി പുറകുവശത്തേക്ക് കടന്നു പോയിട്ട് റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് നല്ലതുപോലെ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന. സർവശക്തനായ ദൈവം ആ പ്രാർത്ഥന കേട്ടു. എൻ്റെ അടി കിട്ടിയതിന് ശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നയനാരുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ വന്നു. വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു. കാര്യം തലയ്ക്ക് മേലുള്ള അടിയായതുകൊണ്ട്, വധശ്രമമായതുകൊണ്ട്, വലിയ ഒഫൻസാണ് വരുത്തിയിരിക്കുന്നത് കൊണ്ട്, എൻ്റെ എതിരാളികളെ ബുദ്ധിമുട്ടിക്കുന്ന കേസുകളുള്ളതുകൊണ്ട് കേസുകൾ പിൻവലിക്കണം. എത്രയോ സന്ദർഭങ്ങൾ മാനസികമായ പീഡനം അനുഭവിച്ചു. എവിടെ നിന്ന് കഴിഞ്ഞാലും ഒരു അടി കിട്ടുന്നതായിരിക്കുന്ന ഒരു അനുഭവമാണ്. സഹായത്തിന് ആ കാലഘട്ടങ്ങളിൽ RSSകാരെ ആശ്രയിച്ചു. അങ്ങനെയുള്ളതായ കൂട്ടുകാർ ധാരാളം എനിക്കുണ്ടായിരുന്നു. ഒരു പ്രത്യേകമായ സമയത്ത് പ്രത്യേകമായ രീതിയിൽ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം അത്ഭുതകരമായിട്ട് ഒരു പ്രത്യേകമായിരിക്കുന്ന കൂട്ടത്തിന് നടുവിൽ എന്നെ തകർക്കുവാൻ തക്കവണ്ണം ഒരു പറ്റം DYFIക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നടത്തിയ പ്രാർത്ഥന, എൻ്റെ കർത്താവേ, ഇന്ന് ഞാൻ അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ എൻ്റെ ജീവൻ പോകുമെന്നുള്ളതായ പ്രാർത്ഥന. ഞാൻ വളരെ അപൂർവമായിട്ട് പറയുന്ന ഒരു സാക്ഷ്യം. കാര്യം എന്നെ ഹൈലൈറ്റ് ചെയ്യുവാനല്ല, എൻ്റെ കർത്താവിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അത്ഭുതകരമായ ഒരു വിടുതൽ എൻ്റെ കർത്താവിന് തന്നു. നടക്കത്തില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് എന്നെ കണ്ടുകൊണ്ട് ആൾക്കാർക്കെല്ലാം അറിയിപ്പ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചുറ്റുവട്ടം നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അത്ഭുതകരമായ രീതിയിൽ എൻ്റെ കർത്താവ് എന്നെ നിന്ന് മാറ്റി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ വീട്ടിൽ കടന്നു വന്നു. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാനൊരു തീരുമാനമെടുത്തു. അവിടെയാണ് എൻ്റെ സമർപ്പണം. ഇതിനോടനുബന്ധിച്ച ചില കാര്യങ്ങൾ നാളെ രാത്രിയിൽ ഞാൻ പറയാം. അന്ന് എൻ്റെ കർത്താവ് ആ രാത്രിയിൽ എന്നോട് സംസാരിച്ചൊരു വചനമുണ്ട്, നീ എൻ്റേതാണ്. അന്ന് എനിക്കത് മനസ്സിലായില്ല. വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴാണ് അത് സ്വർഗീയ പൗരത്വമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് 89-ൽ BD പഠിക്കുവാനായിട്ട് UPSസിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. എൻട്രൻസിൽ തോറ്റത് കൊണ്ട് അഡ്മിഷൻ കിട്ടിയില്ല. ഇനി മേലാൽ ഒരു സെമിനാരിൽ പോയി പഠിക്കത്തില്ല എന്നൊരു തീരുമാനമുണ്ടായി. പെട്ടെന്ന് അന്ന് ഞങ്ങൾ ഇപ്പോഴത്തെ ബിഷപ്പ് ആയിരിക്കുന്ന CB മാത്യു തിരുമേനി ഡീനാണ്. എന്നോട് പറഞ്ഞു, ഓപ്പറേഷൻ മൊബിലൈസേഷൻ പോകുവാൻ. ദൈവത്തിൻ്റെ നടത്തിപ്പ് എന്നെ വിശ്വാസത്തിൻ്റെ പാതയിൽ ഉറപ്പിച്ചതായിരിക്കുന്ന ഒരു പ്രസ്ഥാനം, എൻ്റെ കർത്താവിനെ നേരിട്ട് അനുഭവിച്ചതായ, തൊട്ടറിഞ്ഞതായ ആ നിമിഷങ്ങളാണ്. ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി അടിയേൽക്കുവാൻ തക്കവണ്ണം ഈ കഴിഞ്ഞ ദിവസങ്ങൾ ചിലരോട് ഞാൻ പറഞ്ഞു. ബാംഗ്ലൂർ പട്ടണത്തിൽ സുവിശേഷ പ്രതികൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ കടന്നു വന്ന് ചെവിക്ക് പിടിച്ചിട്ട് എന്നെ ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ കൊണ്ടുപോയതായ നടപ്പ് എൻ്റെ കർത്താവ് അവിടെ നിന്ന് രക്ഷിച്ചത്. കോലാറിൽ അടക്കമുള്ളതായിരുന്ന സ്ഥലങ്ങളിൽ അടികൊണ്ട് കഴിഞ്ഞപ്പോൾ ധാരാളമായി ലഭിച്ചതായ ദൈവത്തിൻ്റെ കൃപ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് പറയേണ്ടതായ സന്ദേശം നഷ്ടപ്പെട്ടു പോകും. എൻ്റെ ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ. എനിക്ക് പാല് വേണ്ട സ്ഥാനത്ത് അവൻ പാല് തന്നിട്ടുണ്ട്. എനിക്ക് ചായ വേണ്ട സ്ഥാനത്ത് അവൻ ചായ തന്നിട്ടുണ്ട്. വാറങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ എൻ്റെ കൈവശമുണ്ടായിരുന്ന ബാഗും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷൂസും നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇറങ്ങിയ സ്ഥാനത്ത് എനിക്ക് വേണ്ടി ഷൂസുമായി നിൽക്കുന്നവനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോയ വസ്ത്രങ്ങൾ തരുവാൻ തക്കോണം ദൈവം കൊണ്ടു നിർത്തിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തിനാണെന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, നീ സ്വർഗത്തിൻ്റെതാണെങ്കിൽ, നീ അവൻ്റേതാണെങ്കിൽ ഈ ധരയിൽ അവൻ നിന്നെ നടത്തും, അവൻ നിന്നെ നയിക്കും. ഹല്ലേലൂയ. കർപ്പോസിന്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് പൗലോസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഹല്ലേലൂയ. റോമൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടതായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ കൃപയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ടൈബർ നദിയോട് ചേർന്നുള്ളതായിരിക്കുന്ന
15 അടി താഴത്തിൽ പാറക്കെട്ടിൽ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കുന്ന കാരാഗൃഹത്തിൽ അദ്ദേഹത്തെ പാർപ്പിച്ചു ദുഷ്ടന്മാരായിരിക്കുന്ന തടവുകാരോടുകൂടി. മുകളിലത്തെ ഒരടപ്പ് ഇളക്കി അതിൽ കൂടിയാണ് ഭക്ഷണം ഇട്ടുകൊണ്ടിരുന്നത്. വളരെ കഠിനമായ തണുപ്പുള്ളപ്പോൾ പാറ തണുത്ത് അതികഠിനമായ ശൈത്യം, ചൂടുണ്ടായി കഴിഞ്ഞാൽ പാറയിലെ ചൂട് മൂലം സഹിപ്പാൻ തക്കോണം കഴിയാത്ത ചൂട്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന കൊടും ശിക്ഷകളുടെ നടുവിൽ ആ പ്രിയപ്പെട്ടവൻ തളരാതെ നിന്നു. ആ തടവറയിലായിരിക്കുമ്പോഴും തടവറയിലെ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പാട്ടുപാടിക്കൊണ്ടിരുന്നു. തൻ്റെ പ്രിയ മകനായ തിമോത്തിയോസിന് വേണ്ടി ധാരാളം അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന നാളുകളിൽ അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ആത്മാവിൽ ബലപ്പെടുന്നുണ്ട്, ചുരുളുകൾ എഴുതുന്നുണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഭക്തനായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് ഫിലിപ്പിയിലെ വിശ്വാസികൾ കിട്ടിയപ്പോൾ പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നത് അത്യുത്തമം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് വീണ്ടും തിമോത്തിയോസ് എഴുതുമ്പോൾ എന്റെ നിര്യാണ കാലം അടുത്തു. ഹല്ലേലൂയ. എന്റെ നിര്യാണ കാലം അടുത്തു എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷന്റെ ഓർഡർ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ചില ദിവസങ്ങൾക്കുള്ളിൽ പൗലോസിനെ ശിരച്ഛേദം ചെയ്യുവാനായിട്ടുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ ഒരേ ഒരു ആഗ്രഹത്തെ കുറിച്ച് ഭക്തൻ പറയുന്നുണ്ട്, തിമോത്തിയോസിനെ മകനെ ഒന്ന് കാണണമെന്ന്. പെട്ടെന്നൊരു സന്ദേശം അയക്കുന്നുണ്ട്. കർപ്പോസിന്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ട് പോന്നിരിക്കുന്ന ചർമ്മലിഖിതങ്ങളും പുസ്തകങ്ങളും കമ്പിളി വസ്ത്രവുമായി എന്നെ കാണുവാൻ നീ പെട്ടെന്ന് ഉത്സാഹിക്കാം. തിമോത്തിയോസ് യാത്രയുടെ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് കടന്നു വരുന്ന സമയത്ത് എത്തുവാനായിട്ടൊന്നും കഴിഞ്ഞില്ല. തിമോത്തിയോസ് എത്തുമ്പോൾ പൗലോസിനെ ബന്ദിയായിട്ട് കൊണ്ടുപോവുകയാണ്. മുൻപിൽ ആരാച്ചന്മാർ, പുറകിൽ ആരാച്ചന്മാർ, പുറകിൽ വാള് പിടിച്ചുകൊണ്ട് റോമൻ പടയാളി വെട്ടുവാനുള്ള ഒരു പടയാളി. എൻ്റെ നിര്യാണ കാലവും അടുത്തു. ഇതാ ഇപ്പോൾ ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. തിമോത്തിയോസ് പറഞ്ഞത് പാനീയയാഗം എന്ന് പറഞ്ഞാൽ യാഗമൃഗത്തെ യാഗപീഠത്തിൽ അർപ്പിക്കുമ്പോൾ യാഗപീഠത്തിന്റെ ചുവട്ടിൽ വീഴുന്ന രക്തമാണ് അദ്ദേഹം പാനീയയാഗമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ താൻ ഇതുപോലെ ആയിത്തീരുമെന്ന് ഭക്തൻ കാണുകയാണ്. ഓസ്ട്രിയൻ റോഡിൽ കൂടി പൗലോസിനെ ഒരു ബന്ദിയായിക്കൊണ്ട് ഈ റോമൻ തടവുകാർ പോകുമ്പോൾ ഹല്ലേലൂയ, ആ വെട്ടിപ്പിളങ്ങുന്ന വാളിനെക്കാട്ടിൽ പ്രകാശപൂരിതമായിരുന്നു പൗലോസിന്റെ മുഖം. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. പിറകിൽ നിൽക്കുന്ന ആരാച്ചാരുടെ കൈവശം ഉണ്ടായിരിക്കുന്ന വാളിനേക്കാൾ ശോഭയേറിയതായിരുന്നു ഭക്തന്റെ മുഖം. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഇതാ ചില നിമിഷങ്ങൾക്കകം എന്റെ പ്രാണപ്രിയന്റെ സന്നദ്ധിയിൽ ഞാൻ എത്തുവാൻ പോകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മരണത്തെ ധൈര്യത്തോടെ നേരിടുകയാണ്. ഓസ്ട്രിയൻ റോഡിൽ അദ്ദേഹത്തെ ഒരു ദുഷ്പ്രവർത്തിക്കാരനായി കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ധാരിക്കുന്ന ഒരു പീഠത്തിന്റെ മുകളിലേക്ക് ആ തല അങ്ങോട്ട് വെച്ചു കൊടുത്തു സധൈര്യം. പകൽ നിൽക്കുന്ന ആരാച്ചാര് വാള് മേലോട്ടൊന്ന് ഉയർത്തിയിട്ട് ആ കഴുത്തിലേക്ക് വെട്ടി. ഓസ്ട്രിയൻ റോഡിനെ കൊന്നു നിന്നും പൗലോസിന്റെ തല താഴോട്ട് വീണു. പൗലോസ് പറഞ്ഞതുപോലെ പാനീയയാഗമായിട്ട് രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ വീണു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തടവറയിൽ തിമോത്തിയോസ് വന്നു. തടവറയിലെ ആൾക്കാർ വേദനയോടെ ഇരിക്കുകയാണ്. അവരാരും ഭക്ഷണം കഴിക്കുന്നില്ല. തടവറയിലെ ആൾക്കാർ ചോദിച്ചു, നീയാണോ തിമോത്തിയോസ്? അവർ ചോദിച്ചു, എങ്ങനെ മനസ്സിലായി? കഴിഞ്ഞ രാത്രിയിലും ഈ ഭക്തൻ നിലവിളിക്കുന്നത് കേട്ടു. എന്റെ കർത്താവേ, അവന്റെ മുഖം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, എങ്കിലും അവനെ കാണാമല്ലോ. ഞാൻ നിന്റെ അടുത്തേക്ക് വരുവാൻ സമയമായല്ലോ എന്ന് പറഞ്ഞ് ആമേൻ പറയുന്നത് ഞങ്ങൾ കേട്ടു. എന്റെ പിതാവേ, എന്റെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് തിമോത്തിയോസ് അവിടെ വീണ് നിലവിളിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, നീ സ്വർഗീയ പൗരനാണെങ്കിൽ നീ ലോകത്തെ സ്നേഹിക്കത്തില്ല, നീ ലോകക്കാരെ സ്നേഹിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നിമിഷങ്ങൾക്കുള്ളിൽ ക്രൂശിൽ കിടന്നവനെ അവൻ ആരാക്കിയെന്നറിയാമോ? അവൻ സ്വർഗീയ പൗരനാക്കി. നിമിഷങ്ങൾക്കുള്ളിൽ അവന് സക്കായി ആരാക്കിയെന്നറിയാമോ? അവൻ അവന്റേതാക്കി മാറ്റി. നിന്നെ അവന്റേതാക്കി തീർന്നതായിരിക്കുന്ന ദൈവത്തിന്റെ മാറാത്ത കൃപ, ഹല്ലേലൂയ, മാറ്റപ്പെടാത്ത കൃപ, അത് അവന്റെ കരുണയാണ്, അത് അവന്റെ സ്നേഹമാണ്, അവന്റെ വാത്സല്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു പള്ളിയിൽ പ്രസംഗിക്കുവാൻ ചെന്നു. ശുശ്രൂഷ മധ്യത്തിൽ ഊനയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവളൊന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, ഈ പ്രസംഗിക്കുന്നവൻ, ഈ സംസാരിക്കുന്നവൻ എന്നെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ മാറുമായിരുന്നു. കുനിഞ്ഞിരിക്കുന്നവർക്ക് യേശുവിന്റെ മുഖം കാണുവാൻ കഴിയുന്നില്ല, നിൽക്കുന്നവന് കാണുവാൻ കഴിയുമായിരിക്കാം. എന്നാൽ മനസ്സിന്റെ ചിന്ത മുന്നിൽ നിന്നവൻ അറിയുകയാണ്, പീഠത്തിൽ നിൽക്കുന്നവൻ അറിയുകയാണ്. അവിടെ ഒരു സഹോദരി ആഗ്രഹിക്കുന്നു. എന്താഗ്രഹിക്കുന്നു അറിയാമോ? ഇവൻ എന്നെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ, ഇവൻ എന്നെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ, ഇവനെ ഒന്ന് തൊട്ടിരുന്നുവെങ്കിൽ. അവന്റെ അടുക്കളയ്ക്ക് ചെന്നിട്ട് അവളെ തൊട്ടിട്ട് അവളുടെ കൂനെ സൗഖ്യമാക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പരീക്ഷന്മാരെന്നെ ചോദ്യം ചെയ്തപ്പോൾ, ഈ അബ്രഹാമിന്റെ മകളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം,
ആ കൂട്ടായ്മയുടെ നടുവിൽ ഒരുത്തിയെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവൾ ആരാണെന്ന് അറിയാമോ? പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവളാണ്, ഇവൾ അബ്രാമിന്റെ മകളാണ്. ഹല്ലേലൂയ. കൂട്ടത്തിലും കൂട്ടായ്മയിലിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആ പേരിന് അർഹമായില്ലെങ്കിൽ കൂട്ടത്തിൽ വന്നതുകൊണ്ടോ കൂട്ടായ്മയിൽ വന്നതുകൊണ്ടോ യാതൊരു അർത്ഥവും ഉണ്ടാകുന്നില്ല എന്ന് ഓർത്തുകൊള്ളണം. കൂട്ടത്തിൽ വെറുതെ ഇരിക്കാം, എന്നാൽ വരേണ്ടവൻ വന്നാൽ നിന്നെ പേർ ചൊല്ലി വിളിക്കും. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, അവനുള്ളതിനെ അവൻ അറിയുന്നു, അവനുള്ളതിനെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയനായതുകൊണ്ട് ആടുകൾക്ക് വേണ്ടി എന്റെ ജീവൻ കൊടുക്കുന്നു. രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, നമ്മളിതാക്കി തീർക്കുവാൻ തക്കവണ്ണം അവനിൽ കൂടി ഉണ്ടായതായ കരുതൽ. വീണ്ടും നമ്മൾ വായിക്കുന്നതായ സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. 1-ാം വാക്യം വായിച്ചു. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദെമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ, ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുന്നതല്ല. ഓർത്തോ ദൈവജനമേ, വലിയൊരു പരീക്ഷ പ്രമാണി രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് യേശുവിനോടുള്ളതായ ഒരു സംഭാഷണം. നീ അവിടെ നിന്ന് വന്നവനാണെന്ന്. ഇവിടെ നിന്ന് ചന്ദ്രനിൽ പോയാൽ അത് വലിയ സംഭവമാണ്. നമുക്കറിയാം, ഇന്ന് ചൊവ്വായിലൊക്കെ വലിയ പര്യവേഷണമൊക്കെ നടക്കുക. അവിടെ കാണാൻ ജീവന്റെ അംശം ഉണ്ടെങ്കിൽ അവിടെ കാണാൻ പോയി ഒരു 7 സ്റ്റാർ ഹോട്ടലൊക്കെ തുടങ്ങി ഇവിടെ നിന്ന് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയി ആ പരിപാടികൾ ചേർക്കുന്നത്. വെറുതെ നാസ അടക്കമുള്ളതായ ശാസ്ത്ര ലോകം വെറുതെ കാശ് കളയുകയാണ് എന്ന് പറഞ്ഞവർ കേൾക്കത്തില്ലല്ലോ. സുനാമി ഉണ്ടായപ്പോൾ നാസായോട് ചോദിച്ച്, നിങ്ങളെ ഈ സുനാമി എന്താ നിങ്ങളൊന്ന് പറയാനേ? അപ്പൊ അവർ പറഞ്ഞെന്തറിയാമോ? ഞങ്ങളുടെ സാറ്റലൈറ്റ് അന്നേരം കടലിലേക്കല്ലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്, കരയിലേക്കായിരുന്നു. ഞങ്ങളുടെ സാറ്റലൈറ്റുകൾ ആ സമയത്ത് ഫോക്കസ് ചെയ്ത് കരയിലേക്ക്, അതുകൊണ്ട് കടലിൽ നടന്നതായിരിക്കുന്ന ഈ വലിയ ഭൂകമ്പം കാണാൻ കഴിഞ്ഞില്ലെന്ന്. ഇതാരുടെ പദ്ധതിയാണെന്ന് ഓർത്തുകൊള്ളണം. ചൊവ്വ അടക്കമുള്ള ഒരു ഗ്രഹത്തിലും ആർക്കും പോയി വസിപ്പാൻ ഒക്കത്തില്ല. പ്രവാചക പുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, മനുഷ്യനെ വാക്കുവാൻ അവൻ ഭൂമിയെ ഉണ്ടാക്കിയത്, ബാക്കിയെല്ലാം വെറുതെ വേസ്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. അവിടെ നിന്ന് ഒരുത്തൻ വന്നു. ദൈവപുത്രൻ മനുഷ്യപുത്രനായത് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുവാൻ വേണ്ടിയാണ്. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, ദൈവപുത്രൻ അവിടെ നിന്ന് വന്നത്, ദൈവപുത്രൻ മനുഷ്യപുത്രനായത് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുവാൻ വേണ്ടിയാണ് അവൻ വന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. വായിച്ചാണ്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും നിക്കോദെമോസേ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നിട്ടൊന്നും കാര്യമായില്ല. യഹൂദന്മാരുടെ പുസ്തകത്തിൽ നിന്റെ പേര് കാണുമായിരിക്കും, നിന്റെ പഞ്ചായത്തിൽ പോയാൽ അവിടെ പേര് കാണുമായിരിക്കാം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനായിട്ടുണ്ട്. നീ പുതുതായി ജനിക്കാത്രത്തോളം കാലം, നീ വീണ്ടും ജനിക്കാത്രത്തോളം കാലം. എന്താണ് ഈ ബോണഗെയിൻ, ഈ വീണ്ടും ജനനം? ഈ നാളുകളിൽ കുഞ്ഞുങ്ങൾക്ക് വിവാഹത്തിന് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ടത് എന്താണ് അച്ചോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. വിശ്വാസ പാരമ്പര്യമുള്ള ദൈവത്തിന്റെ ജനം, ദൈവിക കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് അച്ചോ, എന്താണത്? അങ്ങനെ ഒരു അനുഭവം ഇന്ന് നമ്മുടെ തലമുറകൾക്കില്ല. ഹല്ലേലൂയ. നമ്മള് സമയം എവിടെയാ ചെലവഴിക്കുന്നത്? ഇത് ചോദിക്കും. എന്നെ കണ്ടിട്ട് പല ആൾക്കാരും കടമറ്റത്ത് കത്തനാർ എന്ന് തോന്നി വിളിക്കാറ്. ഞാൻ അങ്ങ് അമേരിക്കയിൽ ചെന്നതിന് പോലും എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു, നാട്ടിലും സ്വസ്ഥതയില്ല. ചില സമയത്തൊക്കെ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത സമയത്ത് ഓട്ടോക്കാരൻ എന്നെ കയറ്റി, ഞാൻ അത്യാവശ്യം ആശുപത്രി പോകാൻ നിൽക്കുകയാണ്. അന്ന് അവിടെ ഹർത്താലൊക്കെ ആയിട്ട് ഓട്ടോക്കാരൻ വന്ന് എന്നെ കണ്ട് പോയവൻ തിരിച്ചു വന്ന് എന്നെ വാഹനത്തിൽ കയറ്റിയിട്ട് എന്നെ കയറ്റി എന്ന് പറഞ്ഞു, അച്ഛാ എനിക്കറിയാം അച്ഛനെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ സാറേനെ വിളിച്ചു. സാറേ എന്താണല്ലോ സീരിയൽ കൊള്ളാം. ഞാൻ ചോദിച്ചു, സഹോദരൻ എന്തായി പറയുന്നത്? സാറേ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല, അത് വളരെ മനോഹരമായിരുന്നു, സാറ് നല്ല കാര്യം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദര, ഞാൻ ശരിക്കും ഒരു അച്ഛനാണ്.
ഞാൻ ശരിയായിട്ടൊരു അച്ഛനാണ്, എൻ്റെ പള്ളി ഇവിടെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൻ എന്നെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ വിട്ട് അതുകൊണ്ട് കാശും വാങ്ങിച്ചില്ല. നീ ആരെ കാണുന്നുവോ അതുപോലെ ഇരിക്കും ഞാൻ. കായംകുളം കൊച്ചുണ്ണി ആയിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ്. അവസാനത്തെ സീരിയലാണ്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എല്ലാ അച്ഛന്മാരും അമ്മമ്മമാരും ഒക്കെ അവസാനത്തെ സീരിയൽ കൊച്ചുണ്ണി. പിന്നെ എങ്ങനെ പിള്ളേർ കൊച്ചുണ്ണി ആകാതിരിക്കുന്നേ? ഇത് കണ്ടിട്ടല്ലേ പോകുന്നേ? കാണേണ്ടവനെ കാണണം പ്രിയരെ, അവന് മഹത്വം കൊടുക്കണം. ഇവിടെ നിക്കോമോദീസ് പറയുകയാണ്, വായിച്ചു. രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിനെ യേശു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ല എങ്കിൽ, ഈ വിഷയം കേട്ടോ, ഇതൊരു ക്ലാസ് എടുക്കേണ്ട വിഷയമാണ്. വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇങ്ങനെ പറഞ്ഞവൻ ആർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുത്തു, ആരുടെയൊക്കെ പേരെഴുതി, എന്താ കാര്യം? ഈ വലിയ ശുശ്രൂഷ അവൻ ചെയ്യാണ്. അത് അവനിൽ മാത്രം നിഷിദ്ധമായിരിക്കുന്ന, അവനിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതലയാണ്. സ്വർഗത്തിൽ ആരുടെയൊക്കെ ആ പുസ്തകത്തിൽ പേരെഴുതണമെന്ന് അവൻ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിക്കോദീമോസേ, നിന്റെ കൈവശമുണ്ടായിരിക്കുന്ന പുസ്തകം നിന്നെ രക്ഷിക്കത്തില്ല. നിന്റെ മുൻപിൽ നിൽക്കുന്നവൻ ആരാണ് നീ മനസ്സിലാക്കണം. നീ അവനെ സ്വീകരിക്കണം, നീ അവനെ ഏറ്റെടുക്കണം, നീ അവനെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ ജീവിതയാത്രയിൽ നീ പൂർണ്ണമായി നിന്നെ സമർപ്പിച്ചുകൊണ്ട് കടന്നു വരുന്നുവെങ്കിൽ നിന്റെ ജീവിതയാത്ര ധന്യകരമായി തീരും. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം തരുന്നു, എന്നാൽ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ നിങ്ങൾക്ക് തരുന്ന സ്നാനം എങ്ങനെയെന്നറിയാമോ? തീ കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു സ്നാനമാണ്. ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുള്ള സ്നാനം തരുന്നുവെങ്കിൽ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ നിങ്ങളെ തീയാൽ സ്നാനം കഴിപ്പിക്കും. ഈ സ്നാനം അത്യാവശ്യം. ഹല്ലേലൂയ. സ്വർഗീയ പൗരൻ ദൈവത്തിന്റെ ആത്മ നിറവുള്ളവനായിരിക്കും. ഹല്ലേലൂയ. അത് ദൈവം അവന് കൊടുക്കുന്ന ദാനമാണ്. അവന്റെ മേൽ ഒഴിക്കുന്ന ഒരു തൈലമാണ്. ആനന്ദ തൈലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് സന്ദർശകനായി കടന്നു വരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ടല്ലോ, സ്ഥിരമായി വസിക്കുന്നവരാകുന്നു. പഴയ നിയമത്തിൽ മോശയെയും അഹരോനെയും എടുത്തു നോക്കുക. ആത്മ നിറവുള്ളവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ കടന്നു ചെല്ലുന്നു. ആത്മാവിലുള്ള ശുശ്രൂഷ ദൈവം അവനെ കൊണ്ട് ചെയ്യിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് വടി താഴെയിടുമ്പോൾ, കൃപ ലഭിച്ചവൻ വടി താഴെയിട്ടപ്പോൾ ആ വടി പാമ്പാകുമ്പോൾ അവിടെ ഉള്ളതായിരുന്ന ഫറവോൻ വിളിച്ചിട്ട്, മന്ത്രവാദികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അവരും അതുപോലെ അത് ചെയ്തു. ഓർത്തോണം, ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ചെയ്യുന്ന മന്ത്രവാദികൾ അന്ന് മാത്രമല്ല ഇന്നുമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഹല്ലേലൂയ, അഹരോന്റെ കൈവശം താഴെ വീണ ആ വടി സർപ്പമായി തീർന്നിട്ട് മന്ത്രവാദികളുടെ സർപ്പങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കൃപയുള്ള ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തിന്റെ ആത്മാവിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, നിനക്കെതിരെ വിപരീത ശക്തികൾ ഉയരുമ്പോൾ, നീ കൃപയുള്ളവനും ആത്മ നിറവുള്ളവനും യേശുവിനെ സ്വീകരിച്ചവനും ആണെങ്കിൽ നിന്റെ മുൻപിൽ, ഹല്ലേലൂയ, നീ സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്നവനായിട്ട് തീരും. ഹല്ലേലൂയ. ദൈവാത്മ നിറവുള്ളതായിരിക്കുന്ന ദാവീദ് എഴുന്നേറ്റു. അഭിഷേക തൈലം വീണവനാണവൻ. അവന് യുദ്ധത്തിൽ കടന്നു വന്നത് ജ്യേഷ്ഠ സഹോദരങ്ങളെ കാണുവാൻ വേണ്ടിയാ. ജ്യേഷ്ഠ സഹോദരങ്ങളെ കാണുവാൻ വന്നവൻ കാണുന്നറിയാമോ? ദൈവത്തിന്റെ സേന പുറകോട്ട് കാലുകൾ വെക്കുന്നു. രാജാവ് ഒരറ്റത്ത് മാറി നിൽക്കുന്നു. അവിടെ നിന്നുകൊണ്ടൊരു ശത്രു കോരം പ്രസംഗിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക, എതിർക്കുക എന്ന് പറയുമ്പോൾ ആരുമില്ല എതിർക്കുവാൻ തക്കവണ്ണം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടുകൊണ്ട് ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്ദിക്കുവാൻ ഈ അഗ്രചർമ്മിയാര്, ഇന്ന് ഞാൻ ഇവന്റെ തലയെടുക്കും. ശത്രുവിനെ കാണുമ്പോൾ ആത്മാവുള്ളവൻ, ആത്മകൃപയുള്ളവൻ തിരിഞ്ഞോടത്തില്ല. ദൈവകൃപയുള്ളവൻ ദൈവത്തിന്റെ നാമത്തിൽ മുൻപോട്ട് കാലുകളെ വെച്ചിട്ട് അതിന്റെ മേൽ ജയമെടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവൻ മുൻപോട്ട് കാലുകളെ വെച്ചു. ഹല്ലേലൂയ. അവന്റെ കൈവശമൊന്നുമില്ല. രാജാവ് കേട്ടു. രാജാവ് അവനെ വരുത്തി പടച്ചട്ടയിട്ട് കൊടുത്തു, കുന്നം കൊടുത്തു, വാൾ കൊടുത്തു, എല്ലാം കൊടുത്ത് നിർത്തിയപ്പോൾ അതെല്ലാം കിട്ടും. കൊച്ചൻ കുനിഞ്ഞുപോയി. ഈ ലോകത്തിൻ്റെതല്ല, നിന്റെ പക്കൽ ഒരു ആയുധവും വേണ്ട. അതെല്ലാം ഊരി മാറ്റി വെച്ചിട്ട് തന്റെ കൈവശമുണ്ടായിരുന്ന കവനെ, താൻ പറക്കിക്കൊണ്ട് വന്ന കല്ലുകളിൽ 5 കല്ല് പോലും വേണ്ടി വന്നില്ല. അതിലെ മിനുസമുള്ളൊരു കല്ല് തന്റെ സഞ്ചിയിൽ നിന്നെടുത്തിട്ട്
ദൈവാത്മാവിൽ പാട്ട് പാടിക്കൊണ്ട്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പാട്ട് പാടിക്കൊണ്ട് ചുമ്മാ അങ്ങോട്ട് വിട്ടു. ദാ കിടക്കുന്നു ശത്രു. ഹല്ലേലൂയ. ആയിരക്കണക്കിന് സൈന്യങ്ങൾ നിറഞ്ഞു നിന്നിട്ട്, 10,000-കണക്കിന് സൈന്യങ്ങൾ നിറഞ്ഞു നിന്നിട്ട് അവനെ ഒന്നും ചെയ്യുവാൻ കഴിയാതിരുന്നപ്പോൾ, ഇതാ നോക്കുക, കൃപ ലഭിച്ചവൻ, ആത്മാവ് നിറഞ്ഞവൻ എഴുന്നേറ്റപ്പോൾ ശത്രു നിലംപരിചായി. ഹല്ലേലൂയ. അവന്റെ തലയെ വെട്ടിയെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ഒരുവൻ ഇന്ന് രാത്രികാലം ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ പേര് അവന്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഒന്നിനെ നീ പേടിക്കേണ്ട ആവശ്യമില്ല. അവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ എഴുതിയിട്ടുണ്ടെങ്കിൽ, നീ അവന്റേതാണെങ്കിൽ, നിന്റെ മുൻപിലുള്ളത് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും കോലകപുത്രന്മാര് പറയുന്നത് പോലെ ഈ ദൈവം ഇന്ന് വന്നേക്കും ഞങ്ങളുടെ ദൈവം, അവൻ ഞങ്ങളെ ജീവപര്യന്തം വഴി നടത്തും. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൺ അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുക. അദ്ദേഹം 53-ാമത്തെ വയസ്സിലാണല്ലോ പ്രസിഡന്റ് ആകുന്നത്. ജീവിതത്തിന് ധാരാളം കഠിനമായിരിക്കുന്ന വേറെ കൂടി കടന്നുപോയ മനുഷ്യൻ. അത് പറയാൻ സമയമില്ലല്ലോ. ഒരു കാര്യം എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, സിവിൽ വാറിന്റെ സമയത്ത് യൂറോപ്പിൽ നിന്ന് കടന്നു വന്നതായിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് വൈറ്റ് ഹൗസിൽ തൊട്ടടുത്തുള്ളതായ മുറിയിൽ താമസിക്കുന്നു. അതിരാവിലെ പ്രസിഡന്റിനെ കണ്ട് സംസാരിപ്പാൻ തക്കവണ്ണം പ്രസിഡന്റിന്റെ മുറിയുടെ അടുക്കൽ 4 മണിക്ക് പ്രഭാതത്തിൽ ചെന്നപ്പോൾ പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് അടുത്തുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹായിയുടെ ചെന്ന് ചോദിച്ചു, ആരോടാണ് പ്രസിഡന്റ് ഇത്രയും രാവിലെ ഈ സംസാരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അങ്ങ് ആ തുറന്നിട്ടിരിക്കുന്ന വാതിൽ കൂടി അകത്തോട്ടൊന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. തുറന്നിട്ട വാതിൽ പതുക്കെ തുറന്നിട്ട് അകത്തോട്ട് നോക്കിയപ്പോൾ അബ്രഹാം ലിങ്കൺ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് സംസാരിക്കുക. എൻ്റെ ദൈവമേ, നിന്റെ കൃപയാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കത്തുള്ളൂ. നീ അടിയന് കൃപ തരണമേ, ഇതിനെ പരിഹരിപ്പാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അമേരിക്കയുടെ സിവിൽ വാർ അവസാനിച്ചു, അടിമത്തം അവസാനിച്ചു. അമേരിക്കക്കാരെ ഏറ്റവും സ്നേഹിക്കുന്നതായിരിക്കുന്ന ഒരു പ്രസിഡന്റായിട്ട് മാറി. എവിടെ കൃപയുള്ള ഒരുവനുണ്ട്, എവിടെ അവനാൽ പേരിടപ്പെട്ട ഒരു വ്യക്തി ജീവിതമുണ്ട്, ആ ജീവിതം ധന്യകരമായിട്ട് തീർന്നു. അതുകൊണ്ട് നമുക്ക് കാണാൻ തക്കൊണ്ട് കഴിയുന്നു, ദാവീദ് പിന്നീട് രാജാവായി തീരുകയാണ്. രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അവൻ നിന്റെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഉള്ളതൊന്നും നിന്നെ മാടി പിടിക്കുകയില്ല. ഹല്ലേലൂയ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതുമായിട്ട് ശത്രു കടന്നു വരുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കൂട്ടി 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 അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണതയല്ലേ നമുക്കുള്ളത്, അല്ലേ? നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? മോൻ അമേരിക്കയിൽ, മറ്റേ മോൻ ദുബായിൽ, വേറൊരാൾ കുവൈറ്റിൽ. പക്ഷേ ഏത് വീട്ടിൽ ചെന്നാലും എൻ്റെ അച്ഛൻ 3 പേരുണ്ട്, എല്ലാവരും കർത്താവിനെ അറിയാവുന്നവരും രക്ഷിക്കപ്പെട്ടവരും ദൈവത്തിൽ നിൽക്കുന്നവരാണെന്ന് പറയുന്നവർ വളരെ ചുരുക്കം. ഊറ്റം കൊള്ളുന്നത് അമേരിക്കയും ദുബായി, ബഹ്റിനും ദോഹയും ഒക്കെയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമുക്കൊരുക്കി തന്നിരിക്കുന്നത് അവനെ കാണുവാനും അവനെ അറിയുവാനും വേണ്ടിയാണ്. ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാരെ അനുഗ്രഹിച്ച ഒരു ദൈവം നമുക്കുണ്ട്. കാലിൽ ചെരുപ്പില്ലായിരുന്നു ഇടുവാനായിട്ട്. ഇട്ട് അങ്ങനെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പള്ളിയിൽ പോയവര് ചുരുക്കമാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറിയ പങ്ക് അപ്പച്ചന്മാരും നല്ല ചെരുപ്പുകളില്ലാത്തവരോ അല്ലെങ്കിൽ ചെരുപ്പില്ലാത്തവരോ ആയിരുന്നു. എന്തിന്? ഒരു വസ്ത്രം മാറിയാൽ വേറൊന്ന് നല്ലതെടുത്ത് കൊടുക്കുവാനില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടത്തിലും അവർ ദൈവകൃപയും ദൈവാത്മാവും നിറഞ്ഞവരായതുകൊണ്ട് അവരുടെ ജീവിതയാത്ര ധന്യകരമായി തീരുവാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഒരു മഹത്വം കൊടുക്കും. അവർ ഉച്ചയ്ക്ക്, അവർ വൈകിട്ട് കൃത്യനിഷ്ഠയോടുകൂടെ, സമയനിഷ്ഠയോടുകൂടി സർവശക്തനായ ദൈവത്തെ ആരാധിച്ച ഇല്ലായ്മകളുടെ നടുവിൽ, ഹല്ലേലൂയ, ആ കാലഘട്ടത്തിലൊക്കെ ഒരു ചക്ക കെട്ടിവെച്ചാൽ ഒന്നുമില്ലല്ലോ തീർക്കാൻ. ആ കാലഘട്ടത്തിലും ഇല്ലായ്മയുടെ നടുവിലും പശു പെറ്റ് കഴിഞ്ഞാൽ അമ്മച്ചി അതിൻ്റെ ആദ്യത്തെ പാലെടുത്ത് പള്ളിക്ക് കൊടുക്കും. ഇന്ന് ആദ്യത്തെ എടുത്ത് നമ്മൾ കുടിക്കും. 10 ഏത്തക്കൊല ഉണ്ടെങ്കിൽ ഏത്തക്കൊലയിലെ മെച്ചമായിരിക്കുന്നത് 1 അവന് കൊടുക്കും. എന്താ കാരണം അറിയാമോ? അപ്പച്ചൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു, അവൻ ഫലം കൊടുത്തു. അതുകൊണ്ട് അവനെ മാനിക്കണം. അതുകൊണ്ട് നല്ല ഏത്തക്കൊല 1 വെട്ടി പള്ളിയിൽ കൊണ്ടുപോയി
കപ്പ, കാച്ചൽ, ചേന കേട്ടിട്ടുണ്ടല്ലോ ഇതിനെ കുറിച്ചൊക്കെ. കോഴിമുട്ട, കോഴിയിടുന്ന ആദ്യത്തെ മുട്ട പള്ളിക്കാണ്, കോഴിയും പള്ളിക്കാണ്. ഇന്നെല്ലാം നമ്മുടെ വയറ്റിലേക്ക് പോകും. മുട്ട നമുക്ക്, കോഴി നമുക്ക്, ആട് നമുക്ക്, താറാവ് നമുക്ക്, പോത്ത് നമുക്ക്, ദുബായിലും ഏത്തയ്ക്ക, കപ്പ എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് കിട്ടുവാൻ കാരണം എന്താ അറിയാമോ? ഇതെല്ലാം കൊടുത്ത് ദൈവത്തെ മാനിച്ച, ദൈവത്തെ ആദരിച്ച തലമുറകളോടുള്ള ദൈവത്തിന്റെ വിശ്വസ്ത. നിന്നെ എവിടുന്നാണ് എവിടം വരെ കൊണ്ടുവന്നത്? പേരെഴുതപ്പെട്ട ഒരു തലമുറ മാറ്റപ്പെട്ടു. പേരെഴുതപ്പെട്ട ഒരു തലമുറ. മഗ്ദലന മറിയം നിമിഷങ്ങൾക്കുള്ളിൽ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവളാണ്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് അവളിൽ 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. 1, 2, 1 അല്ല, 7 ഭൂതങ്ങൾ. 7 ഭൂതങ്ങളെ അവളിൽ നിന്ന് കർത്താവ് പുറത്താക്കി. ഇത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഈ കാലഘട്ടത്തിലുണ്ട്. ഇതുണ്ടെന്നും ഇല്ലെന്നും പറയുന്നവരുണ്ട്. അതൊക്കെ ചുമ്മാ വെട്ടിപ്പാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും എൻ്റെ കൂടി കർത്താവ് പ്രവർത്തി ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. 7 ഭൂതങ്ങളെ വിട്ടപ്പോൾ അവളുടെ നരകതുല്യമായ ജീവിതത്തിന് അറുതി വരുത്തിയവനെ അവളെ സ്നേഹിച്ചു. പുരുഷന്മാര്, പുരുഷ കേസരികൾ, ക്രിസ്തുവിനോട് കൂടെ നിന്ന് അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളതായ ശിഷ്യന്മാരും പേടിച്ച് മുറിക്കുള്ളിലിരിക്കുമ്പോൾ, അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവന്റെ ശരീരത്തെ പൂശുവാൻ വേണ്ടിയുള്ള സുഗന്ധവർഗ്ഗങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് അവൾ കടന്നു പോവുകയാണ്. പള്ളിയിൽ പോകുമ്പോൾ ഏത് നല്ല സാരി ഉടുത്തോണ്ട് പോകണമെന്ന് ദിവസങ്ങൾ കൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് മനസ്സ് ഉണ്ടാക്കി, കഴിഞ്ഞ ആഴ്ച കുഞ്ഞമ്മ ഉടുത്ത സാരി അതുപോലെ ഒരു സാരി ഉടുത്തുകൊണ്ട് പോയാൽ അത് കുറവല്ലേ എന്ന് ചിന്തിച്ച് ഭർത്താവിനും ഉറക്കം കൊടുക്കാതെ പിറ്റേ ദിവസം പള്ളിയിൽ പോലും പോകുവാൻ കൊണ്ട് കഴിയാതിരിക്കുന്ന അമ്മാമ്മമാരെ, നിന്റെ സാരിയും പത്രാസും ഒന്നും കാണാനല്ല അവൻ അവിടെ ഇരിക്കുന്നത്. ഓർത്തോണം, ഇതാരും തന്നെന്ന് ഓർത്തോണം. ഷെൽഫുകൾ അടുക്കി വെച്ചിട്ട് ഇന്ന് കൺഫ്യൂഷനാണ്. ഏതൊടുക്കണമെന്ന്, സംശയമായി എടുക്കണമെന്ന്. ഇല്ലാത്തൊരു കാലഘട്ടം, ഒരു സ്ലൈഡിനെ കൊതിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് മറന്നു പോകരുത്. ഒരു ചെറിയ സ്വർണത്തിന്റെ തരി ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലത് എന്ന് ചിന്തിച്ചപ്പോൾ കട്ടി വള ഉണ്ടാക്കി ഇടുവാൻ അവൻ തന്നപ്പോൾ തന്നവനെ മറന്നു പോകരുത്. ഹല്ലേലൂയ. പേരവൻ വെട്ടി മാറ്റി കളയുവാൻ ഇടവരുത്തരുത്. രാത്രികാലം കൃപ ലഭിച്ച ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, എല്ലാം നിങ്ങൾക്ക് ഔദാര്യമായി അനുഭവിക്കാൻ തന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ നിങ്ങൾ തള്ളിക്കളയാതെ നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതാവസ്ഥ? നാം സ്വർഗീയ പൗരന്മാരാണോ? അതോ നാം ഇന്ത്യയുടെ പൗരത്വമോ അമേരിക്കൻ പൗരത്വത്തിലോ ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണോ? എവിടെയാണ് നമ്മുടെ നിക്ഷേപം? എവിടെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ ഈ രാത്രികാലം നമുക്ക് ശോധന ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പങ്കാളികളെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു, നമുക്ക് ആത്മതക്കണം കഴിയുന്നുണ്ട്. എല്ലാവരും ഭയപ്പെട്ടിരിക്കുമ്പോൾ അവന്റെ ശരീരത്ത് എന്താണ് പൂശേണ്ടതെന്നായിരുന്നു അവരുടെ ചിന്ത. അവള് യേശുവിന്റെ ശരീരം കാണാൻ വന്നത് അറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, മനോഹരമായ നല്ല വസ്ത്രമൊക്കെ ഉണ്ടെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചും നല്ല കുട്ടപ്പനാടിനെ പള്ളി പറയുക, എനിക്കൊരു പിണക്കമില്ല, വരണം, അവൻ തന്നതാണ് കർത്താവേ, നീയാണ് എനിക്ക് തന്നത്, അങ്ങനെ തന്നെ പറഞ്ഞ് വരണം. പക്ഷെങ്കിൽ നമ്മളെ ഭരിക്കണമെന്നറിയാമോ? ഇന്ന് ഞാൻ പള്ളിയിൽ പോയാൽ എന്റെ കർത്താവിന്റെ ശരീരത്തെ എന്താണ് ഞാൻ പൂശാൻ പോകുന്നത്? എന്റെ കർത്താവിന്റെ ശരീരത്തെ പൂശുവാൻ എന്റെ കൈവശം വല്ലതുമുണ്ടോ? ഞാൻ എന്നെ തന്നെ പൂശുന്നതല്ലാതെ എന്റെ കർത്താവിന് വല്ലതുമുണ്ടോ? അവിടെ ചെല്ലുകയാണ് ആ ശരീരം. അവിടെ ചെന്നപ്പോൾ ആ ശരീരം കാണുന്നില്ല. ശരീരം കാണാത്തതിന്റെ വേദനയിൽ അവൾ ഭാരപ്പെടുകയാണ്. അവൾ നിന്ന് കരയുകയാണ്. യേശുവിനെ കാണാത്തതിൽ കരയുന്നത് കൊണ്ട്, യേശുവിന്റെ സാമീപ്യമില്ലാത്തതിൽ കരയുകയാണ്. യേശുവിന്റെ സാമീപ്യമില്ലാത്തത് കൊണ്ട് അവൾ നിലവിളിക്കുകയാണ്. ദൈവത്തിന്റെ ജനമേ, നാളുകളായി അവന്റെ സാന്നിധ്യം നിന്റെ വീട്ടിലോ നിന്റെ പള്ളിയിലോ നിന്റെ കൂട്ടത്തിലോ കൂട്ടായ്മയിലോ ഇല്ലാതിരിക്കുമ്പോൾ നീ അത് കണ്ട് കരയുന്നുണ്ടോ? ഉണ്ടോ നിനക്ക്? രാത്രികാലം എന്റെ വീട്ടിൽ അവനില്ലല്ലോ, അവന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഒരു കാലത്ത് ദൈവ ചൈതന്യം തുടിക്കുമായിരുന്നു. നമ്മൾ നടന്നു പോകുന്ന ഭാഗങ്ങളിൽ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നു. ഇന്ന് ദൈവിക ചൈതന്യമില്ല. നമുക്കറിയാമല്ലോ, പഴയ നിയമപുസ്തകം പഠിക്കുമ്പോൾ 900-ലധികം വർഷങ്ങൾ ജീവിച്ചിരുന്ന മനുഷ്യൻ പാപം മൂലം അവന്റെ ആയുഷ്കാലം കുറയുവാൻ തുടങ്ങി.
താഴോട്ട് വന്ന് നോഹയുടെ കാലഘട്ടം കടന്നു വരുമ്പോൾ നമുക്ക് കാണുന്നത്, മോശയുടെ കാലഘട്ടം കടന്നു വരുമ്പോൾ നമുക്ക് കാണുന്നു മോശയുടെ പ്രാർത്ഥനയിൽ മനുഷ്യന്റെ ആയുസ് ഏറെയായാൽ 80. ഇന്ന് എത്ര മനുഷ്യന്റെ ആയുസ്? നിങ്ങൾക്കറിയാം എത്രയാ മനുഷ്യന്റെ ആയുസ്? ഇന്ന് ഏറ്റവും കൂടുതൽ 40 വയസ്സിൽ താഴെയുള്ളവരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. പേപ്പറുകൾ മരണ വാർത്ത എടുക്കുമ്പോഴും കേൾക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോഴും നീ ഓർത്തു കൊള്ളണം, ഇത് താഴോട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ 3 സിലിണ്ടർ ഓക്സിജൻ ഉപയോഗിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്നതാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ 3 സിലിണ്ടർ ഓക്സിജൻ ഉപയോഗിക്കുകയാണ്. ഒരു സിലിണ്ടറിന്റെ വില 700 രൂപയാണ്. ഒരു മനുഷ്യന് ഒരു ദിവസത്തേക്ക് 2100 രൂപയുടെ ഓക്സിജൻ ആവശ്യമാണ്. 4 പേരുള്ള ഒരു കുടുംബമാണെങ്കിൽ ഒരു ദിവസത്തേക്ക് 8400 രൂപ വേണം. 4 പേരുള്ള ഒരു കുടുംബത്തിൽ ഒരു മാസത്തേക്കുള്ള വില 2,52,000 രൂപയാണ്. ഒരു വർഷത്തേക്ക് 30,24,000 രൂപ 4 പേരുള്ള കുടുംബത്തിലെ ഓക്സിജൻ തമ്പുരാൻ സൗജന്യമായി തരുന്നതിന് 4 പേരുള്ള കുടുംബത്തിലെ അംഗങ്ങൾക്ക് തമ്പുരാൻ സൗജന്യമായി തരുന്ന ഓക്സിജന്റെ മാത്രം വിലയാണ് 30,24,000. കുടുംബം എഴുതി കൊടുത്താൽ ഒരു 2 വർഷം നിൽക്കുന്നില്ല. എന്തിനാ മനോരമയൊക്കെ എഴുതിയെന്നറിയാമോ? ആത്മാവുള്ളവൻ ഗ്രഹിക്കാൻ. നിന്നെ ഇവിടെ കൊണ്ടുവന്നവൻ, ഹല്ലേലൂയ, നിനക്ക് തരുന്ന ഓക്സിജന്റെ അളവ് മതി നീ ഒന്ന് എഴുന്നേറ്റവനെ സ്തുതിക്കുവാൻ. വേറെ ഒന്നും വേണ്ട. ഹല്ലേലൂയ. അവൻ നിന്നെ നടത്തുന്ന വഴികളും വിധങ്ങളും നീ മനസ്സിലാക്കണം. അവൻ ഇവിടെ ഓക്സിജൻ തന്നിട്ടുണ്ടെങ്കിൽ അവിടെയും അവൻ നിനക്ക് തരും. കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലെ, പെട്ടെന്ന് ഞാൻ കുറിച്ചു വെച്ചത് കൊണ്ട് മാത്രം ഓർപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യേശുവിന്റെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ അവൾ കരയുകയാണ്. അവൾ വിട്ടു പോകുന്നില്ല. അവൾ അവിടെ നിൽക്കുകയാണ്. നോക്കുക, അവൾ വന്നിട്ട് മറിയയെ എന്ന് വിളിച്ചു. എന്നാ ഞാൻ പറഞ്ഞല്ലോ, തനിക്കുള്ളവയെ അവൻ അറിയുന്നു, അവരെ പേർ ചൊല്ലി വിളിക്കുന്നു. അവളും ആ പുസ്തകത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വിവരം പോയി നീ എൻ്റെ സഹോദരങ്ങളോട് പറയുക. ചിന്തിച്ചു നോക്കുക, ഭൂതഗ്രസ്തയായിരുന്നവൾക്ക് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ലോകത്തോട് അറിയിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. അതിന് കാരണം എന്തെന്നറിയാമോ? അവൾ യേശുവിനെ കാണുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിന്റെ ശരീരത്ത് സുഗന്ധം പൂശുവാൻ അവൾ കടന്നു വന്നതുകൊണ്ട് യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് അറിയിക്കുവാനായിട്ടുള്ള കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലായി സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവളായി. ഹല്ലേലൂയ. സ്വർഗം നോക്കിയപ്പോൾ ഈ സന്ദേശം അറിയിക്കുവാൻ വേറെ ആരെയും കിട്ടുന്നില്ല. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട മക്കളെ പറയും ആ മറിയ കടന്നു വന്നിട്ട്, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ, ആ മറിയാണ് ശിഷ്യഗണത്തോട് പറയുന്നത്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മാത്രം പറ, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് കേട്ടപ്പോൾ പത്രോസും യോഹന്നാനും ഓടി. ഒരു സ്ത്രീയുടെ വാക്കിൽ അവർ ഓടുകയാണ് കല്ലറയ്ക്കിലേക്ക്. രാത്രികാലം എന്നെ കേൾക്കുന്ന അമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, പിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, നാം സ്വർഗത്തിന്റെ പൗരന്മാരാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? സ്വർഗീയനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. സ്വർഗീയനെ അറിയിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് ഒരുത്തൻ വന്നു എന്ന് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം, ആ സന്ദേശം എത്തിക്കുവാൻ തക്കവണ്ണം അവനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിപ്പിരുന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണെങ്കിൽ, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാരണം നിങ്ങൾ സ്വർഗത്തിന്റെ പൗരന്മാരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വായിക്കാം. അതെന്താ പറഞ്ഞിരിക്കുന്നത്? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ നാം സ്വർഗീയ പൗരന്മാരാണെങ്കിൽ, അവിടെ പറഞ്ഞിരിക്കുന്നത് ആകയാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരായതുകൊണ്ട് നാം ഒന്നാമതായിട്ട് നന്ദിയുള്ളവരായിരിക്കണം. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നിന്റെ പൗരത്വം
ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുമ്പോൾ ബി താങ്ക്ഫുൾ, നന്ദിയുള്ളവനായിരിക്കുക. നിന്റെ കട്ടിലിൽ നീ കയറി കിടക്കുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ കട്ടിലില്ലായിരുന്നു, ഞാൻ ഓർപ്പിക്കുന്ന സംഭവങ്ങൾ, കയറി കിടക്കുമ്പോൾ കർത്താവേ മനോഹരമായ കട്ടിലും മെത്തയും തന്നതിന് സ്തോത്രം. പണം കൊണ്ട് കട്ടിൽ മേടിക്കാം, പക്ഷെ പണം കൊടുത്ത് ഉറക്കം മേടിക്കാൻ ഒക്കത്തില്ല. ഓർക്കണം, പണം കൊണ്ട് കട്ടിലെ വാങ്ങിക്കാൻ ഒക്കൂ, ഉറക്കം വാങ്ങുവാൻ ഒക്കുകയില്ല എന്ന് ഓർത്തോളണം. പണത്തിനും പരിമിതിയുണ്ട്. ഈ വിഷയം നമുക്ക് നാളെ 3-4 വിഷയങ്ങളുണ്ട്, നാളെ രാത്രി കാലം കേൾക്കാം. എൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ച ഒരു അത്ഭുതകരമായ സാക്ഷ്യവും നാളെ കേൾക്കാം. രാത്രി കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിന്റെ പേര് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതിന്റെ അടിയിൽ രേഖപ്പെടുത്തുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും എന്ന് നാം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ! ഇതൊരു കാത്തിരിപ്പിന്റെ കാലഘട്ടമാണ്. തലകളെ ദൈവത്തിന്റെ സന്നിധിയിൽ വണക്കാം. ഹല്ലേലൂയ! എല്ലാ തലകളും രാത്രികാലം യേശുവിന്റെ സന്നിധിയിൽ വണങ്ങട്ടെ. ഹല്ലേലൂയ! കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലെ, നീ ഒന്ന് എഴുന്നേറ്റാൽ ഹല്ലേലൂയ, അന്ധകാര ദുഷ്ട ശക്തികൾ നിന്റെ മുൻപിൽ വീഴും. ഹല്ലേലൂയ! അവ നിനക്ക് ദോഷം വരുത്തുകയില്ല. എന്നാൽ അവയിലല്ല, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, നീ ഒരു സ്വർഗീയ പൗരനായിരിക്കുന്നത് കൊണ്ട്, നിന്നെ അവൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത് കൊണ്ട്, നീ അവന്റേതായിരിക്കുന്നത് കൊണ്ട് രാത്രികാലം അവൻ നിന്നോട് പറയുകയാണ്, ഹല്ലേലൂയ, നിനക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്, ആയതിനാൽ നിങ്ങൾ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ! നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടുമ്പോഴോ, നിങ്ങൾക്ക് വസ്തുക്കൾ വർദ്ധിക്കുമ്പോഴോ, നിങ്ങൾക്ക് ആടുമാടുകൾ വർദ്ധിക്കുമ്പോഴോ, സ്വർണം വർദ്ധിക്കുമ്പോഴോ, ഈ ഭൂമികളൊക്കെ വർദ്ധിക്കുമ്പോഴോ അല്ല, ഓ, നിങ്ങൾക്ക് വേണ്ടത് തരുവാൻ അവൻ മതിയായവനാ. ഈ ഭൂമിയിലുള്ളത് കണ്ട് സന്തോഷിക്കരുതേ. ഈ ഭൂമിയിലുള്ളതൊന്നും കണ്ട് നീ സന്തോഷിക്കരുത്. ഈ ഭൂമിയിലുള്ളത് കണ്ട് സന്തോഷിച്ചാൽ അത് നിന്റെ ദുഃഖമായി തീരും. ഈ ഭൂമിയിലുള്ളത് കണ്ട് സന്തോഷിച്ചാൽ അത് നിന്റെ വേദനയായി തീരും. നീ സന്തോഷിക്കേണ്ടത്, സ്വർഗത്തിലുള്ളവൻ നിന്നോട് ഈ രാത്രികാലം പറയുന്നു, നിന്റെ പേര് അവിടെ എഴുതിയിരിക്കുന്നു. അവനാണ് എഴുതിയത്. അവന്റെ ശബ്ദം ഇന്ന് രാത്രികാലം നിന്റെ ചെവിയിലെത്തട്ടെ. ഹല്ലേലൂയ! അവൻ നിന്നെ മാന്യനാക്കുന്നവനാണ്. അവൻ നിന്റെ തലയെ ഉയർത്തുന്നവനാണ്. അവൻ നിന്നെ കരപിടിച്ച് നടത്തുന്നവനാണ്. നിന്റെ മരുഭൂമി യാത്രയിൽ ഹല്ലേലൂയ, നീ തളർന്നു പോകാതെ, നീ ക്ഷീണിച്ചു പോകാതെ, നീ വാടിപ്പോകാതെ, നീ വതറിപ്പോകാതെ, ശത്രുവിന് തോറ്റു പോകാതെ, നിന്റെ ജയോത്സവമായി നടത്തുന്ന നിന്റെ ദൈവം, നിന്റെ രക്ഷകൻ, നിന്റെ വീണ്ടെടുപ്പുകാരൻ രാത്രികാലം നിന്നോട് പറയുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഞാൻ നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ! ആയതിനാൽ ദൈവജനമേ, നീ സന്തോഷിക്കുക. നിന്റെ സന്തോഷം ഈ ഭൂമിയിലാവരുത്. നിന്റെ സന്തോഷം മകനിലാവരുത്. നിന്റെ സന്തോഷം മകനിലാകരുത്. നിന്റെ സന്തോഷം നിന്റെ പ്രൊഫഷനിലാകരുത്. നിന്റെ സന്തോഷം നിന്റെ വാഹനത്തിലാകരുത്. നിന്റെ സന്തോഷം നിന്റെ ഭാര്യയിലാകരുത്. നിന്റെ സന്തോഷം നിന്റെ ഭർത്താവിലാകരുത്. പിന്നെയോ നിന്റെ സന്തോഷം സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് രാത്രികാലം തകർന്ന ഹൃദയത്തോടെ കടന്നു വന്നിരിക്കുന്ന, രോഗങ്ങളോട് കടന്നു വന്നിരിക്കുന്ന, വേദനയോട് കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്നവൻ രാത്രിയിൽ നിന്നോട് പറയുന്നു, നിനക്ക് അസാധ്യമായത് സാധ്യമാക്കുന്ന ഒരുവൻ നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! രാത്രികാലം നിന്റെ ചാരത്ത്, നിന്റെ നടുവിൽ അവൻ എഴുന്നേൽക്കുന്നു. നിനക്കായിട്ട് എഴുന്നേൽക്കുന്നു. കോനിയായ സ്ത്രീയെ കണ്ടവൻ രാത്രികാലം നിന്നെ കണ്ടിരിക്കുകയാണ്. നാളുകളായി ഭാരങ്ങൾ വഹിച്ച് കൂട്ടങ്ങളിലും കൂട്ടായ്മകളിലും കടന്നുപോയി വിടുതലില്ലാതിരിക്കുന്ന സഹോദരി, രാത്രികാലം നിന്നെ സ്നേഹിക്കുന്നവൻ, നിന്റെ പ്രാണനാഥൻ നിന്നോട് ആദ്യമേ പറയുന്നു, നിന്നെ പേർച്ചൊല്ലി വിളിച്ചിട്ട് പറയുന്നു, നീ അബ്രഹാമിന്റെ മകളാണ്. അതാണ് നിന്റെ സന്തോഷം. നിന്റെ രോഗസൗഖ്യത്തെ തരുന്നവൻ നിന്നോട് പറയുന്നു, രോഗസൗഖ്യത്തെക്കാൾ ഉപരിയായിട്ട് നിനക്ക് സൗഖ്യം തരുന്നവൻ നിന്നോട് പറയുന്നു, നീ അബ്രഹാമിന്റെ മകളാണ്, നീ എന്നിൽ വിശ്വസിച്ചവളാണ്, നീ എന്റേതാണ്. മകളെ സമാധാനമായി സ്വസ്ഥമായി പോകുക. രാത്രികാലം സഹോദര, കാലങ്ങളായി നിന്നെ മതിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ ഭാരങ്ങളുടെ നടുവിൽ, നിന്റെ കുടുംബ പ്രശ്നങ്ങളുടെ നടുവിൽ, നിന്റെ തീച്ചൂടിയിൽ അവൻ ഇറങ്ങി വരിക നിനക്കായിട്ട്. അച്ഛൻ വെറുതെ പറയുകയല്ല. രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ തകർന്നിരിക്കുന്ന ദൈവത്തിന്റെ തന്നെ ആരെ കുറിച്ച് ഇവിടെ ഘോഷിച്ചുവോ? ഹല്ലേലൂയ! 70 പേര് വന്നിട്ട് പറഞ്ഞതുപോലെ നിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ആ നാമത്തിൽ ഇവിടെ ഒരു വിടുതൽ ശുശ്രൂഷയുണ്ട്.
നാളെ ഒരു വിടുതൽ ശുശ്രൂഷയുണ്ട്. ഈ കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പൽക്കാലവും പ്രാർത്ഥന ലഭിച്ച ദൈവത്തിന്റെ ആലോചനയാണ്. ദൈവം പ്രത്യക്ഷത്തിൽ അത്ഭുതകരമായ വിടുതൽ ഈ കൺവെൻഷൻ നടത്തുമെന്നുള്ളത്. രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നീ ഇരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് നിന്റെ വലതു കൈ നിന്റെ മാറിലോട്ട് വെച്ചിട്ട് ആ മതിയായവരോടൊന്ന് പ്രാർത്ഥിച്ചാട്ട് ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിന്റെ ബന്ധനങ്ങളെ അവൻ അഴിച്ചു, നിന്റെ കെട്ടുകളെ അവൻ അഴിച്ചു, നിന്റെ പേർ ചൊല്ലി വിളിക്കുന്നവൻ ഹല്ലേലൂയ ഈ കൂട്ടായ്മ നടുവിലുണ്ട്. ഈ വചനം അലക്ഷ്യമായിട്ടോ അവിവേകമായിട്ടോ ഒരു വ്യക്തി പോലും ചിന്തിക്കരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വേദനയോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അവൻ വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്. ഗുരു നിന്നെ വിളിക്കുന്നു, നിന്നെ കാണുവാൻ. കരഞ്ഞ് 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 ഇനി കരയുവാൻ ശേഷിയില്ലാതെ തളർന്നിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്നവനെ ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ അകറ്റുവാൻ അവന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ, അവൻ മതിയായവനാണ്. എല്ലാ ദൈവജനവും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റാണ്. എല്ലാവരും എഴുന്നേറ്റാണ്. രാത്രികാലം നിന്റെ ജീവിതയാത്രയിൽ കരം പിടിച്ച് നടത്തുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ മതിയായവനാണ്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു. എന്റെ പാപഭാരവുമായി കോയിൽ പാടുന്ന സമയത്ത് ഹല്ലേലൂയ, രാത്രികാലം ഉണ്മയുള്ളവൻ, മഹിമയുള്ളവൻ, മഹത്വമുള്ളവൻ ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന സമയത്ത് അവനോട് പറയാം, കർത്താവേ, ഈ ലോകയാത്രയിൽ ഭാരങ്ങളും ദുഃഖങ്ങളും മാത്രമല്ല, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും മാത്രമല്ല, പാപത്താൽ നിറയപ്പെട്ട ഒരു ജീവിതമാണ് എന്റേത്. രാത്രികാലം നീ ക്ഷണത്തിൽ സ്വർഗീയ പൗരനാക്കുമെന്നുള്ള സന്ദേശം കേൾപ്പിച്ചതിനാൽ ഈ ഉള്ളവൻ വരികയാണ്. സഖായിയെ പോലെ നിന്നെ ഒന്ന് കാണുവാൻ, സഖായിയെ പോലെ നിന്നെ ഒന്ന് കാണുവാൻ വരികയാണ്. രാത്രികാലം കർത്താവേ, എന്നെ ഒന്ന് വിളിക്കണം, എന്നെ ഒന്ന് പേർച്ചൊല്ലി വിളിക്കണം, എന്നെ ഒന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രികാലം നിന്റെ ചെവികളിൽ ആ ശബ്ദത്തെ മുഴക്കുവാൻ അവൻ മതിയായിരിക്കുന്ന ദൈവമാണ്. രാത്രികാലം പാടുമ്പോൾ ചേർന്ന ചരണം പാടി ദൈവത്തെ ബോധപ്പെടുത്തുവാൻ അതേ സമയത്ത് തന്നെ വിവിധങ്ങളായ വിഷയങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിന്നെ അവൻ തൊടും, നിന്നെ അവൻ പിടിവിക്കും, നിന്നെ അവൻ സഹായിക്കും, നിന്നെ അവൻ ശക്തീകരിക്കും. നിന്റെ തലയെ അവൻ ഉയർത്തും. നീ ഒരു അനുഗ്രഹ പാത്രമായി തീരും, നീ ഒരു മാനപാത്രമായി തീരും, നീ അവന്റെ സാക്ഷിയായി തീരും, അവന്റെ മഹിമ കണ്ട സാക്ഷിയായി തീരും. അവന്റെ സന്ദേശം അറിയിക്കുവാൻ, മാറാത്ത സന്ദേശം അറിയിക്കുവാൻ അവൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥിച്ച് അവസാനത്തിന് ശേഷം പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യമുള്ളതായ ദൈവജനങ്ങൾ മുൻപോട്ട് കടന്നു വരണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. രാത്രികാലം മഹത്വമുള്ളവൻ, മഹിമയുള്ളവൻ, മാറാത്തവൻ, മാറോട് ചേർക്കുന്നവൻ നമ്മുടെ ചാരത്ത് കടന്നു വന്നത് ഒരു പ്രത്യേക കാര്യം പറയുവാൻ വേണ്ടിയാണ്. നീ സ്വർഗീയ പൗരനാണ്, നീ ഭൗമികനല്ല, നീ ആത്മീകനാണ്. ഹല്ലേലൂയ. ആത്മീകമായിട്ട് ചിന്തിക്കണം, ആത്മീകമായിട്ട് പ്രവർത്തിക്കണം, ആത്മാവിൽ നീ നടക്കണം, ആത്മാവിന്റെ ശക്തി നീ ധരിക്കണം. നാളെ രാത്രി നമുക്ക് കേൾക്കാം ആത്മീകൻ. ഹല്ലേലൂയ. ആത്മീയനെ കുറിച്ച് കേൾക്കാം, ഭൗമികനെ കുറിച്ച് കേൾക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ ഒരുക്കട്ടെ. ദൈവത്തിന്റെ വചനം കൃപയോടെ നമ്മളിൽ മുഴുകുമാറാകട്ടെ. രണ്ടാം രാത്രിയിലും നാഥന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചല്ലോ. ദൈവജനമേ, അവൻ മതിയായവനെന്ന് വീണ്ടും ഞാൻ പറയുകയാണ്. അവന്റെ നാമത്തിൽ വിടുതലുണ്ട്, അവന്റെ നാമത്തിൽ ജയമുണ്ട്, അവന്റെ നാമത്തിൽ തല ഉയരും, അവന്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർ നിരാശാകമില്ല, അവനിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായിരുന്നു. ഈ ബലത്തോടെ രാത്രികാലം നമുക്ക് പോകുവാൻ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മളെ